بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട സുന്നി ക്ലാസ് റൂമിലെ എല്ലാ ഉസ്താദുമാർക്കും സുഹൃത്തുക്കൾക്കും സംവാദത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമുക്ക് ഇനി കൂടുതൽ സമയം വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട മുജാഹിദ് വർഷത്തെ പ്രതിനിധീകരിക്കുന്ന ബഹുമാന്യനായ സുഹൈൽ യൂസുഫ് എത്തിക്കഴിഞ്ഞു. അബുഹന്ന സഖാഫിയും ഓൺലൈനിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി നീട്ടേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് സംവാദത്തിലേക്ക് കടക്കാം. സംവാദത്തിന്റെ ഒരു രൂപം ആദ്യമായി ഞാൻ പറയുകയാണ്. ആദ്യമായി വിഷയാവതരണം നടത്തുന്നത് മുജാഹിദ് വർഷത്തെ പ്രതികരിക്കുന്ന സുഹൈൽ യൂസുഫാണ്. ശേഷം ബഹുമാന്യനായ അബുഹന്ന സഖാഫിയുടെ വിഷയാവതരണം ഉണ്ടാവും. അതിനുശേഷം ചോദ്യോത്തരമായിരിക്കും. 6 റൗണ്ട് വീതമുള്ള ചോദ്യോത്തരത്തിന് ശേഷം അവലോകനം, അതോടെ സംവാദം അവസാനിക്കുന്നതാണ്. 5 മിനിറ്റ് വീതമുള്ള വിഷയാവതരണം, ചോദ്യം 3 മിനിറ്റും ഉത്തരം 4 മിനിറ്റുമാണ്. അങ്ങനെയുള്ള 6 റൗണ്ട്. ശേഷം അവലോകനം 6 മിനിറ്റ് വീതം. അങ്ങനെയാണ് സംവാദത്തിന്റെ രൂപം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും സംവാദത്തിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, സമയപരിമിതി മനസ്സിലാക്കിക്കൊണ്ട് വിഷയാവതരണം നടത്താൻ മുജാഹിദ് വർഷത്തെ പ്രതിനിധീകരിക്കുന്ന ബഹുമാന്യനായ സുഹൈൽ യൂസുഫിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا. സഹോദരമായ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം കഴിഞ്ഞ മാസം നടത്തിയിരുന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇവിടെ ഒരു മുനാദർ നടക്കുകയാണ്, സംവാദം നടക്കുകയാണ്. സംവാദത്തില് പങ്കെടുക്കുന്ന 2 പേര് ഞാനും അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരനായിട്ടുള്ള ഇസ്മായിൽ സഖാഫി എന്നറിയപ്പെടുന്ന അബൂഹന്നയാണ്. അപ്പൊ മുനാദർ അഥവാ ഇസ്മുഫായിൽ മിൻ നാദർ വിനാദിറു ഞങ്ങൾ 2 പേരാണ്. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ദഅവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദം. ഇവിടെ വ്യവസ്ഥയിൽ കൃത്യമായി തന്നെ നമ്മൾ വാദം വേണ്ടി അഥവാ വഫാത്തായിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായത്തിന് തരത്തിൽ സഹായം ചോദിക്കൽ ശിർക്കാണ്. ഇതാണ് ഞാൻ വാദിച്ചത്. അപ്പൊ ഇവിടെ വാദിച്ച ആളാണ് തെളിവുകൾ നൽകേണ്ടത്. അഥവാ ഇതിന്റെ ഈ കാര്യം സമർത്ഥിക്കാനായി അതുപോലെ തന്നെ ഈ വാദം സ്ഥിരപ്പെടുത്താനായി അത് തെളിയിക്കേണ്ട ബാധ്യത ഈ ഉള്ളവനിലാണ്. അഥവാ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യിനതു അലാ മുദ്ദഇ, അഥവാ ഈ വാദിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ തെളിവ് നൽകേണ്ടത്. ഇനി മറുപക്ഷത്തിനുള്ള നമ്മുടെ സഹോദരൻ ഇതിനെ ഇൻകാർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നിഷേധിക്കണം. ഈ പറയപ്പെടുന്ന വാദം അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നത് ശിർക്കല്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ വാദത്തിൽ അദ്ദേഹം സ്ഥിരപ്പെടുത്തുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ബാധ്യതയായിട്ട് ഒരു നിലക്കും ഒരു ആയത്തോ അതുപോലെ തന്നെ ഹദീസോ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഈ ഒരു വാദപ്രതിവാദത്തിന്റെ വാദത്തിൽ അദ്ദേഹത്തിനില്ല. എന്നാൽ ഇതിൽ ഞങ്ങൾ നൽകപ്പെടുന്ന കാര്യങ്ങൾ അഥവാ പ്രമാണങ്ങളും അതുപോലെ തന്നെ ഇതിന് സഹായകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ അത് സ്വീകരിക്കേണ്ട, കബൂൽ ചെയ്യേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാദപ്രതിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദാഹരണമായിട്ട് ആയത്തുകളോ അതുപോലെ ഹദീസുകളോ അതുപോലെ അതിന് സഹായകരമായി വരുന്ന കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്വീകരിക്കും, ഇൻഷാ അല്ലാഹ് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല അദ്ദേഹം സ്വീകരിക്കുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ എന്ത് കാരണത്താലാണ് ഇത് തെളിവുകളാകുന്നില്ല എന്ന് അദ്ദേഹത്തിന് അത് സമർത്ഥിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്.
ഉദാഹരണത്തിന് ഒരായത്തും അതുപോലെ തഫ്സീരും നൽകി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ കാര്യം അതാകുന്നില്ല എന്നുള്ളത് കേവലം എനിക്ക് തെളിവല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വർത്തമാനം അല്ല അദ്ദേഹത്തിന് ചെയ്തത്. മറിച്ച് കൃത്യമായി തന്നെ ന്യായങ്ങളും അതുപോലെ തെളിവുകൾ നൽകി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് തെളിവുകളാവുന്നില്ല എന്ന് അദ്ദേഹത്തിന് സമർത്ഥിക്കേണ്ട ബാധ്യത അബൂ ഹന്ന സഖാഫിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അദ്ദേഹം ഒന്നെങ്കിൽ അംഗീകരിക്കും, അല്ലെങ്കിൽ അത് കൃത്യമായി തന്നെ ഗണ്ണിക്കുമെന്ന് നമ്മൾ ആശിക്കുന്നു. ഖുർആനിൽ പറയും എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സുവൈദ് റഹ്മഹുല്ലാഹ് പറയുന്നു, മുബയ്യിനൻ ലനാ അന്ന ഹാസിൽ ഇസ്തിഗാസത അഖസ്സു ദുആ. അതോ ഇവിടെ പറയപ്പെടുന്ന ഇസ്തിഗാസ എന്നുള്ളത് അത് പ്രത്യേകമാക്കുന്നത് പ്രാർത്ഥനയാണ്, അഥവാ അല്ലാഹു തആലയോടുള്ള തേട്ടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൃഷ്ടിക്കും ആ പറയപ്പെടുന്ന ആ തേട്ടം അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിയോടും പോകാൻ പാടില്ല. അത് മരണപ്പെട്ടവരായാലും ശരി, മരണപ്പെടാത്തവരായാലും ശരി, അതുപോലെ മലക്കായാലും ശരി, അതുപോലെ തന്നെ വലിയായാലും ശരി, ഒരൊറ്റ മഖ്ലൂക്കിനോടും തന്നെ ഇത്തരത്തിലുള്ള ഇസ്തിഗാസ പാടില്ല. അദ്ദേഹം തുറന്നുകൊണ്ട് പറയുന്നു, അപ്പോൾ അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘട്ടത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിൽ അത് അല്ലാഹു തആലയോടുള്ള ആ ഒരു ബന്ധത്തിൽ ഏർപാടിൽ ആ തൗഹീദിന് എതിരാവുകയാണ് ചെയ്യുന്നത് കൃത്യമായി തന്നെ എന്നുള്ള സൂറത്തുൽ അൻഫാലിലെ 9-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 5 മിനിറ്റാണ് വിഷയാവതരണം എന്നുള്ളത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അധികം ഇനി സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സെർച്ച് ചെയ്യാനോ ഇൻഷാ അല്ലാഹ് ഇനി കൂടുതലും നമ്മളുടെ ചോദ്യം അതുപോലെ തന്നെ ഉത്തരത്തിലും എന്ത് ചെയ്യും ഇൻഷാ അല്ലാഹ് നമ്മളുടെ കാര്യങ്ങളിലേക്ക് കടക്കും. നമുക്ക് അബൂ ഹന്ന സഖാഫിയോട് പറയാനുള്ളത് ഖുർആനിൽ വന്ന കാര്യങ്ങൾ, അതുപോലെ സലഫുസ് സാലിഹീങ്ങളിൽ നിന്ന് കൃത്യമായി തന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസക്ക് എതിരാണെന്ന് ഇൻഷാ അല്ലാഹ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇൻഷാ അല്ലാഹ് നമ്മളുടെ വാദപ്രതിവാദത്തിന്റെ ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ തെളിവുകൾ സ്വീകരിക്കുകയും എന്നിട്ട് ആ ശിർക്കിനെതിരെ, ശിർക്കാണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആ ശിർക്കിനെതിരെ സംസാരിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അത്തരത്തിലുള്ള ഒരു സൗഭാഗ്യം അതുപോലെ തൗഫീഖും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, ഇനി സഹോദരന്റെ 5 മിനിറ്റിന്റെ വിഷാദനം നടക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, ഞങ്ങളാണ് ആദ്യം ചോദിക്കേണ്ടത്. ആ ചോദ്യം ഇൻഷാ അല്ലാഹ് ചോദിക്കും ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد, اللهم اغفر لي ولوالدي ولجميع المؤمنين والمؤمنات. മഹാന്മാരായ അമ്പിയാക്കളോട് സഹായം തേടൽ ശിർക്ക് അല്ല. മഹാന്മാരായ അമ്പിയാക്കളോട് സഹായം തേടൽ ശിർക്കാണ്. ഇതാണ് ഇന്ന് ഈ സംവാദത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വാദവും പ്രതിവാദവും. ഈ വാദപ്രതിവാദത്തിൽ വാദി ആരാണെന്ന് സുഹൈൽ യൂസുഫ് തന്നെ സമർത്ഥിച്ചു കഴിഞ്ഞു. അത് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനാണെന്നും തെളിയിച്ചു കഴിഞ്ഞു. ആ വിഷയാവതരണത്തിന്റെ തുടക്കം തന്നെ എങ്ങോട്ടാണ് പോക്ക് എന്നും ഏതായിരിക്കും ഈ സംവാദത്തിന്റെ പര്യവസാനം എന്നതിനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്തിഗാസ ശിർക്കല്ല എന്ന് എന്തുകൊണ്ട് സുന്നികൾ പറയുന്നു? ഈ വിഷയം വളരെ വ്യക്തമായി ശ്രോതാക്കൾ മനസ്സിലാക്കിയിരിക്കുക. ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയണമെങ്കിൽ ഒന്നിരിക്കൽ നമ്മൾ സംവാദത്തിന്റെ വ്യവസ്ഥ വ്യക്തമായി നമ്മൾ വായിച്ചല്ലോ. മഹാന്മാരായ അമ്പിയാക്കളോട് സഹായം തേടുക, ഔലിയാക്കളോട് സഹായം തേടുക, ഇതിനാണ് നമ്മൾ ഇസ്തിഗാസ എന്ന അറബിയിൽ പറയുന്നത്. ഇസ്തിഗാസ എന്ന വാചകത്തിന് സഹായം തേടൽ എന്നാണ് അർത്ഥമെങ്കിലും സാങ്കേതികമായി അതിന് നമ്മൾ ഉപയോഗിച്ചു വരുന്നത് ഈ പറയപ്പെട്ട സഹായം തേടലിനാണ്. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുവഹിദായ മുഅ്മിൻ അള്ളാഹുവിന്റെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം തേടുന്നതിനാണ്, അവർ കറാമത്ത് കൊണ്ട് മോചിതത്ത് കൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം തേടുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഈ ഇസ്തിഗാസ ശിർക്കോ കുഫറോ അല്ല. എന്തുകൊണ്ട് അത് ശിർക്കാകണമെങ്കിൽ ഒന്നിരിക്കൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു സഹായാർത്ഥന ശിർക്കാണെന്ന് പറയണം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ എവിടെയെങ്കിലും അത് ശിർക്കാണെന്ന് പറയണം. 3, അങ്ങനെ ഒരു സഹായാർത്ഥന ശിർക്കാണെന്നതിന് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായം ഉണ്ടായിരിക്കണം. 4, ഖിയാസ് കൊണ്ട് അങ്ങനെ ഒരു ശിർക്കാണെന്ന് മുജ്തഹിദുകളായ ഏതെങ്കിലും ഉലമാക്കൾ തെളിയിക്കണം. ഈ 4 മാർഗത്തിലൂടെ അല്ലാതെ ഇസ്തിഗാസ ശിർക്കാണെന്ന് സമർത്ഥിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനോ ഹദീസോ ഇജ്മാഅോ ഖിയാസോ
അങ്ങനെ ഒരു ഇസ്തിഗാസയുടെ ശിർക്കിയത്വവാദം ലോകത്ത് കൊണ്ടുവന്നിട്ടില്ല. മുസ്ലിം ലോകത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും താബികളുടെ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു സമ്പ്രദായം നിലനിന്നിട്ടുണ്ട് എന്നുള്ളതിന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഷിർക്കാണെന്ന് വാദിക്കുന്ന സുഹൈൽ യൂസുഫിന്റെ പക്ഷക്കാർ ഷിർക്കാണെന്നുള്ളതിന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൊണ്ടുവരണം. പിന്നെ ആര് തെളിവായി അംഗീകരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആര് തെളിവായി അംഗീകരിക്കണോ അംഗീകരിക്കണ്ടേ എന്നുള്ളത് അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ തെളിവ് കൊണ്ടുവരുമ്പോഴാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ നേരത്തെ തന്നെ ഒരു കൊട്ടേഷൻ വാങ്ങിയിട്ട് അത് സ്വീകരിക്കണം ഇത് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ സ്വീകരിക്കാനല്ല സുന്നികൾ. നിങ്ങൾ കൊണ്ടുവരുന്നതൊന്നും തെളിവല്ല എന്ന് സമർത്ഥിക്കാനാണ് സുന്നികൾ. അതുകൊണ്ട് നിങ്ങൾ തെളിവ് കൊണ്ടുവരുമ്പോൾ അത് തെളിവാണോ അല്ലേ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് സംസാരിക്കാം. ഏതായാലും പരിശുദ്ധ ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും ഇങ്ങനെ ഒരു ശിർക്കിയത്വവാദം ലോകത്ത് കൊണ്ടുവന്നിട്ടില്ല. ലോക ചരിത്രത്തിൽ ഇസ്തിഹാസയുടെ മേൽ ശിർക്കിയത്വവാദം കൊണ്ടുവന്നത് തന്നെ ഇബ്നു തൈമിയ ആണ് എന്ന് അദ്ദേഹം തന്നെ സമർത്ഥിക്കുന്നുണ്ട്. പിൽക്കാലത്ത് വന്ന ഉലമാക്കൾ സമർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ 4 അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ശിർക്കിയത്വവാദം തെളിയിക്കാൻ ഒരിക്കലും തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു ശിർക്കിയത്വവാദം കേട്ടിട്ടില്ല. എന്നാൽ ഈ സമ്പ്രദായമാകട്ടെ മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായം ചോദിക്കുന്ന ഈ സമ്പ്രദായം നൂറ്റാണ്ടുകളോളമായി മുസ്ലിം സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. ലോക മുസ്ലിങ്ങൾ മുഴുവൻ ഇമാമിങ്ങൾ മുഴുവനും എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും ലോകത്തെ മുഴുവൻ ഇമാമിങ്ങളും ഇതിനെ അനുകൂലിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിലക്കും ശിർക്കിന്റെ പട്ടികയിൽ പെടുത്താൻ ഇതിന് സാധ്യമല്ല എന്നുള്ളത് പ്രമാണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സംവാദത്തിൽ വെച്ചുകൊണ്ട് അതിനെപ്പറ്റിയുള്ള വിശദമായ സംസാരങ്ങൾ ആകുമെന്ന് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോടും അതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഇസ്തിഗാസ ശിർക്കാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസ് പറഞ്ഞിട്ടില്ല, ഇജ്മാഅ് പറഞ്ഞിട്ടില്ല, ഖിയാസും പറഞ്ഞിട്ടില്ല. എന്നിരിക്കെ ഈ വാദം മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ കൊണ്ടുവന്നത് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ സുന്നികളെ കാഫിറാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിനപ്പുറം ഒരു ലക്ഷ്യവും ഇതിന്റെ പിറകിലില്ല എന്ന് മാത്രമല്ല പ്രമാണത്തിന്റെ ഒരു പിൻബലവും ഇതിനില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇൻഷാ അല്ലാഹ് വിഷയാവതരണം ഇവിടെ നിർത്തുകയാണ്. ഇതിനുശേഷം ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളോട് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതികരിച്ചു തുടങ്ങാം. അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم أعني ولا تعن علي وامكر لي ولا تمكر علي وانصرني على من بغى علي اللهم ثبت حجتي واهدي قلبي وسدد لساني واسلل سخيمة صدري. സഹോദരന്മാർ സുഹൃത്തുക്കളെ, ഇനി ഇൻഷാ അല്ലാഹ് നമ്മളുടെ സംവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ചോദ്യ അവസരങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നമ്മുടെ സഹോദരന്റെ അബൂ ഹന്ന സഖാഫിയുടെ വിഷയാവതരണം ഞാൻ കേട്ടു. അദ്ദേഹം ഇസ്തിഗാസക്ക് ഒരു താരീഫ് നൽകിയിട്ടുണ്ട്. ഇസ്തിഗാസയുടെ താരീഫായിട്ട് നൽകിയത് എന്താണ്? അമ്പിയ ഔലിയാക്കളോട് മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ നടത്തുന്ന സഹായത്തേട്ടത്തെയാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെയൊരു നിർവചനം നിങ്ങൾ സാധാരണയായി ചോദിക്കാറുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മുന്നേ പറഞ്ഞിട്ടുണ്ടോ, മറ്റേ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇതിൽ സംസാരിക്കാറുണ്ട്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെയൊരു നിർവചനം പണ്ഡിതന്മാർ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മുന്നേ പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മുന്നേക്ക് ഇതേപോലെ ഒരു നിർവചനം, ഇങ്ങനെ നിർവചനം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതിന്റെ സ്രോതസ് ഏതെന്നുള്ളത് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ സഹോദരനായിട്ടുള്ള ഇസ്മായിൽ സഖാഫി പറഞ്ഞു ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ രീതിയിൽ, ആരും വഫാത്തായവരെ വിളിച്ച് ഇസ്തിഗാസ ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇത് പറഞ്ഞു. നമുക്കിവിടെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായിൽ പറയുന്നു, വഅസ്ലു ഇബാദത്തിൽ അസ്നാമി മിനൽ മുഗാലാത്തി ഫിൽ ഖുബൂരി വഅസ്ഹാബിഹാ. അഥവാ വിഗ്രഹാരാധന അടിസ്ഥാനത്തിന് എന്താണ്? ഖബറിനെയും അതുപോലെ ഖബറിലുള്ളവരൊക്കെ അതിന് കവിഞ്ഞിട്ടുള്ള വിശ്വാസമാണ് എന്ത്? ഷിർക്കിന്റെ അടിസ്ഥാനം. വഖദ് അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിതസ്വീത്തിൽ ഖുബൂരി വതംസിഹ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, അത് സമമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. ഇത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്നത് ആരിൽ നിന്നാണ് അറിയും? ആരെ പറ്റിയാണെന്ന് അറിയും? നഫീസത്തുൽ മിസ്രിയ എന്നുള്ള സാലിഹത്തായിട്ടുള്ള ഔലിയനെ വെച്ചിട്ടുള്ള ഭാഗത്താണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്. അവിടെ മിസ്രികളൊക്കെ ധാരാളം കുഫ്റുകളും ശിർക്കും ഒക്കെ പ്രവർത്തിക്കുന്നു എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തെ അൽ ബിദായത്ത് വൻ നിഹായിൽ പറയുന്നത്. തന്നെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയുമ്പോൾ ഖിസ്സത്തു സ്വാലിഹീന അഥവാ ആരാധനയുടെ തുടക്കം തന്നെ എന്താണ്? സാലിഹായിട്ടുള്ള ഔലിയാക്കളെ പറ്റിയിട്ടുള്ള കഥകളാണെന്ന് കൃത്യമായി ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി
അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു. പിന്നെ മുസ്ലിമീങ്ങൾ എന്ന് ചേർത്തി പറഞ്ഞു കാണിക്കുന്ന കാര്യമില്ല. കാരണം ഇമാം നവവി റഹ്മത്തുള്ളാഹി ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. എന്തെന്നറിയോ? ഫഖദ് അജ്മഅൽ മുസ്ലിമൂന, എന്താണ് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇജ്മാ? എന്ത്? മുശ്രിക്ക് നരകത്തിലാണെന്നുള്ളത് എന്താ ഇജ്മാ ആണ്. അത് എന്താ ആദ്യം പറഞ്ഞറിയും? വലാ ബൈന മൻ ഖാലഫ മില്ലത്തുൽ ഇസ്ലാമി വബൈന മൻ ഇൻതസബ ഇലൈഹാ. അത് മുസ്ലിമീങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ആളായും ശരി, അതുപോലെ തന്നെ മുസ്ലിമിനെ ചേർത്തി പറയുന്ന ചിലരൊക്കെ, നിങ്ങളെ പോലെ ഞാൻ ഇപ്പൊ തന്നെ പറയുന്നില്ല, അതേപോലെയുള്ള ആൾക്കാരും ശരി, അഥവാ മുസ്ലിമിലേക്ക് ചേർത്തി പറഞ്ഞത് കൊണ്ടൊന്നും തരില്ല ഷിർക്ക് ആകാതിരിക്കുകയില്ല എന്ന് കൃത്യമായി തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിൽ പറയുന്നു. ഇനി ഇൻഷാ അല്ലാഹ് തെളിവ് നൽകി കഴിഞ്ഞാൽ അത് തെളിവ് ഒന്നെങ്കിൽ അംഗീകരിക്കണം, അല്ലെങ്കിൽ തെളിവിന് എന്ത് ചെയ്യണം? അത് തെളിവെല്ലാം സമർത്ഥിക്കേണ്ട ബാധ്യതയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ അബൂ ഹന്ന സഖാഫിക്കുള്ളത്. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ ചോദ്യത്തിനോടൊപ്പം രണ്ടാമത്തെ ചോദ്യം എന്നുള്ള ആയത്ത് അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? കൃത്യമായി തന്നെ അള്ളാഹു അല്ലാത്തവരോട് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, പ്രതീക്ഷകൾക്ക് എതിരായിട്ട് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അള്ളാഹു തആല ഇറക്കിയ ആയത്താണ്. ഇത് മുസ്ലിമീങ്ങൾക്ക് ബാധകം ആണോ അല്ലേ എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം മിൻ ദൂനിഹി യഅനി മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ അതിൽ വഫാത്തായിട്ടുള്ള അമ്പിയാക്കളും ഔലിയാക്കളും പെടുമെന്നാണോ പെടില്ല എന്നാണോ? പെടില്ല എങ്കിൽ എന്തുകൊണ്ട് അത് ഹാസാക്കി എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ സമർത്ഥിക്കണം. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക? നമ്മുടെ സഹോദരനായിട്ടുള്ള, നിങ്ങളുടെ സഹോദരനായിട്ടുള്ള അബൂ ഹന്ന സഖാഫി മറുപടി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം കേട്ടല്ലോ. എന്താണ് നമ്മളെ സുഹൈൽ ചോദിച്ചത്? സുഹൈൽ യൂസുഫ് സാഹിബ്, നിങ്ങൾ എന്താ ചോദ്യം ചോദിച്ചത്? നമ്മുടെ സംവാദത്തിലെ വിഷയം എന്താ? മഹാന്മാരെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കൽ ശിർക്കല്ല. ഇതാണ് എന്റെ വാദം. അതായത് നിങ്ങളെ വാദത്തിന് നിഷേധം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം നിങ്ങൾ ചോദിച്ചത്? നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഇസ്തിഗാസക്ക് ഞാൻ പറഞ്ഞ നിർവചനം മഹാന്മാരായ ഇബ്നു തൈമിയ്യക്ക് മുമ്പ് മഹാന്മാരായ ഉലമാക്കൾ ആരെങ്കിലും പറഞ്ഞോ? എന്റെ പൊന്നാറ് സുഹൈൽ യൂസുഫ് സാഹിബ്, വ്യവസ്ഥയിൽ നിങ്ങൾ വായിച്ചു നോക്കിയോ? മഹാന്മാരെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം തേടൽ ശിർക്കല്ല അല്ലേ? അതാണ് ഞങ്ങളെ വാദം. എന്ന് പറഞ്ഞാൽ നിങ്ങളെ വാദത്തിന്റെ നേരെ ഇൻകാറ്. അതാണ് ഞങ്ങളെ വാദം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിനാണ് നമ്മൾ ഇസ്തിഗാസ എന്ന് പേരിടുക. മഹാന്മാരെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കുന്നതിനാണ് ഇസ്തിഗാസ എന്നുള്ള പേരിടുക. അത് എവിടുന്നാ കിട്ടിയതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായതുകൊണ്ടല്ലേ വ്യവസ്ഥയിൽ നിങ്ങൾ എഴുതിയത്. വ്യവസ്ഥയിൽ നിങ്ങളത് എഴുതുന്ന സമയത്ത് അതിന് ഇസ്തിഗാസ എന്ന, നിങ്ങൾ മനസ്സിലാക്കണം, പോസ്റ്റർ ഒന്ന് വായിച്ചു നോക്കിക്കൂടെ സുഹൈൽ യൂസുഫ് സാഹിബ്? ഇസ്തിഗാസ എന്ന വിഷയത്തിൽ നിങ്ങൾ എഴുതിയ വാദം മഹാന്മാരായ ഔലിയാക്കളോടും അമ്പിയാക്കളോടും സഹായം തേടൽ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അതിനാണ് ഇസ്തിഗാസ എന്ന് പറയാൻ. എന്നിട്ട് നിങ്ങൾ ചോദിക്കുക എവിടുന്നാ കിട്ടിയത് അല്ലേ? എവിടുന്നാ കിട്ടിയത്? അത് ഞങ്ങൾ ചെയ്യുന്ന പണിയാണ്. അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കുക എന്നുള്ളത് സുന്നികളായ ഞങ്ങൾ ചെയ്യുന്ന പണിയാണ്. അതിന് നിർവചനം പറയാൻ ഖുർആൻ ഹദീസും പരതണ്ട. സുഹൈൽ മൗലവി, കഞ്ഞി എന്താണെന്ന് ചോദിച്ചാൽ കഞ്ഞിന്റെ നിർവചനം കിട്ടാനേ ഖുർആൻ സൂറത്ത് മറിയം മറിച്ചു നോക്കേണ്ട ഒരു ആവശ്യമില്ല. കഞ്ഞി കുടിക്കുന്നവർക്ക് അറിയാം എന്താണ് കഞ്ഞി എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താണ് ഇസ്തിഗാസ എന്ന് ആ എഴുതിയ വാറത്തിൽ നിന്ന് തന്നെ പച്ചവെള്ളം പോലെ വ്യക്തമാണ്. പിന്നെ എവിടുന്നാണ് ഇത് കിട്ടിയത് എന്ന് ചോദിക്കുന്നത് ഒരു ചോദ്യം ചോദിക്കാനില്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക എന്നൊരു ന്യായം മാത്രം. അതുകൊണ്ട് ചോദിക്കുമ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിപരമായ ഒരു ചോദ്യം സുഹൈൽ യൂസുഫ് സാഹിബെ നിങ്ങൾ ചോദിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നിങ്ങളെ ചോദ്യം അല്ലെ, നിങ്ങൾ കുറെ തെളിവ് ധരിച്ചല്ലോ. ഏത്? ഇമാനാബിന്റെ കിതാബ്, ഇബ്നു ഹജർ തങ്ങളുടെ കിതാബ്, ഇബ്നു കസീറിന്റെ കിതാബ്. സുഹൈൽ മൗലവി, വ്യവസ്ഥയിരുന്ന സമയത്ത് നിങ്ങൾ തെളിവായി ഉദ്ധരിച്ചത് 4 പ്രമാണങ്ങളാ. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. നിങ്ങൾ ഉദ്ധരിച്ച ഇബ്നു കസീർ, ആ ഇബ്നു കസീറിന്റെ ഉദ്ധരണി, നിങ്ങൾ ഉദ്ധരിച്ച ഈ 4 പ്രമാണങ്ങളിൽ ഏത് പ്രമാണ? ഖുർആനാണോ, ഹദീസാണോ, ഇജ്മാ ആണോ, ഖിയാസ് ആണോ? ഫത്ഹുൽ ബാരി നിങ്ങൾ ഉദ്ധരിച്ചു. നിങ്ങൾ ഫത്ഹുൽ ബാരി ഖുർആനാണോ, ഹദീസാണോ, ഇജ്മാ ആണോ, ഖിയാസ് ആണോ? എന്തിനാണ് സുഹൈൽ മൗലവി ഇരട്ടത്താപ്പ്? പാവപ്പെട്ട ജനങ്ങളെ ഇമാമിങ്ങളെ കിതാബുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഇജ്മാവും ഖിയാസും ഖുർആനും സുന്നത്തും വേറെ ഒന്നും ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞ നിങ്ങൾ ഇജ്മാവും ഖിയാസും ഖുർആനും ഹദീസും തൊടാനില്ലാത്തത് കൊണ്ട് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്നത് ഇബ്നു കസീർ. എന്നാ ഇബ്നു കസീറിലുള്ളത്? എന്താ ഫത്ഹുൽ ബാരിയിലുള്ളത്?
നിങ്ങൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട എന്ത് പരാമർശമാണുള്ളത്? സുഹൈൽ യൂസുഫ് സാഹിബേ, നിങ്ങൾ പറഞ്ഞല്ലോ തെളിവ് തന്നാ പിന്നെ അത് സ്വീകരിക്കണോ. ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുജാഹിദുകൾ കൊണ്ടുവരുന്ന ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തമായ തെളിവെന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന പെണ്ണുങ്ങളെ വള്ളി പോകാൻ പാടില്ല, ഇന്നാത്തനാക്കൽ കൗസർ, അള്ളാഹു തആല വിശ്വാസം ചെയ്യാൻ പാടില്ല, സജ എന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ ആ തെളിവ് സ്വീകരിക്കാനല്ല സുന്നികൾ. നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് തെളിവല്ല. എന്തുകൊണ്ട് തെളിവല്ല? നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട യാതൊന്നും അതിലില്ല. നമ്മുടെ വിഷയം മഹാന്മാരായ അമ്പിയാക്കളോട് സഹായം തേടൽ ശിർക്കല്ല എന്നതാണ് എന്റെ നിഷേധം. ആണെന്ന നിങ്ങളുടെ വാദത്തിന്റെ നിഷേധം അതാണ്. നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത് ഇസ്തിഗാസ ശിർക്കല്ല ആണെന്ന നിങ്ങളുടെ വാദത്തിന്റെ നിഷേധം, അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു സംവാദത്തിൽ ചോദ്യം ചോദിക്കാനെങ്കിലും പഠിച്ചിട്ട് വേണം ഈ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് എനിക്ക് സുഹൈൽ യൂസുഫ് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് ഏതെങ്കിലും ഒരു തെളിവിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായാർത്ഥന നടത്തൽ അത് ശിർക്കാണ് എന്ന് അതിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത്. ഈ ആയത്തിൽ എന്താ പറയുന്നത്, മറ്റേതിൽ എന്താ പറയുന്നത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓരോ ആയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. ആയത്തിനർത്ഥം നിങ്ങൾക്ക് കിട്ടൂലെങ്കിൽ എന്റെ സ്ഥാപനത്തിൽ വന്നോളൂ, ഞാൻ നന്നായി ഓതി പഠിപ്പിച്ചു തരാം. പക്ഷേ സംവാദത്തിൽ ആയത്തിന് അർത്ഥം ചോദിക്കാനുള്ള വരേണ്ടത്. നിങ്ങൾ ഏത് വിഷയമാണോ വാദിക്കുന്നത് ആ വാദം സമർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത്. സംവാദം എന്താണെന്ന് പോലും പഠിക്കാതെ സംവാദത്തിന് വരുന്നതിനേക്കാൾ നല്ലത് വേറെ വല്ലതും എടുക്കലാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുഹൈൽ യൂസുഫിനോട് പറയാനുള്ളത്, നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ട രൂപം കൂടെ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു തരേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. നിങ്ങളെ വാദം എന്താണോ ആ വാദം സമർത്ഥിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണോ അതിനെ നിഷേധിക്കുന്നത്, എന്റെ നിഷേധവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ ഉടനെ തന്നെ അതിന് മറുപടി കിട്ടും. നിങ്ങൾക്ക് ചോദിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അപ്പോൾ എന്തായാലും ഒരു സംവാദത്തിൽ വന്ന ഗതികേട് കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അബൂ ഹന്ന സഖാഫി അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് റെക്കോർഡ് ചെയ്ത് സംസാരിക്കേണ്ട ഗതികേട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ സഹോദരന്മാരെ? എങ്ങനെ ഒരു മുജാഹിദ് പ്രവർത്തകന്റെ മുന്നിൽ പോലും ഒരു സംവാദി വന്നപ്പോൾ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് ബർക്കത്ത് കിട്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഇടുന്നുള്ളൂ? അതോ അത് ശരിക്കും വരുന്നില്ല? എന്നാൽ അല്ലാഹു തആല അങ്ങനെ നിങ്ങൾക്ക് കാട്ടിയെന്താ നിങ്ങളുടെ ഗതികേടാന്നുള്ളത് ചെയ്യാം അബൂ ഹന്ന സഖാഫി ഓർക്കുക. പിന്നെ ഇവിടെ നിർവചനം ചോദിച്ചത് എന്താണ്? അപ്പൊ സാധാരണയായിട്ടുള്ള ഇസ്തിഗാസ ശിർക്കാന്ന് പറയുമ്പോൾ ഷിർക്കിന്റെ നിർവചനം എവിടെ? ഷിർക്കിന്റെ നിർവചനം എവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പോ നിങ്ങൾക്കൊക്കെ ഇപ്പൊ നിർവചനം എന്തുപോലെയാണ് കഞ്ഞികുടിയും അതുപോലെ ചായ കുടിയും ആക്കിയത് നിങ്ങൾ ഈ സംവാദത്തിൽ വന്ന ഏറ്റവും പരാജയമാണ് എന്ത് ചെയ്യാൻ നിങ്ങൾ ഓർക്കുക. പിന്നെ നിങ്ങൾ ഇവിടെ നൽകിയൊരു നിർവചനം, ഇസ്തിഗാസ നൽകിയ നിർവചനം, അത് നിങ്ങളുടെ മരണപ്പെട്ടു പോയിട്ടുള്ള നെല്ലിക്കുത്ത് സഖാഫി എഴുതിയതല്ലാതെ ഒരൊറ്റ മുസ്ലിം പണ്ഡിതന് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധ്യമല്ല. ഇസ്തിഗാസ എന്നുള്ളത് വഫാത്തായിട്ടുള്ള അമ്പിയാക്കളോടും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന അമ്പിയാക്കളോടും മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കലാണ് ഇസ്തിഗാസ എന്നുള്ളത്. നിങ്ങളുടെ മരണപ്പെട്ടു പോയിട്ടുള്ള നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരല്ലാതെ ഒരൊറ്റ പണ്ഡിതനെയും നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വിരളി വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും ശവത്തെ കുത്തുന്നില്ല. നിങ്ങൾക്ക് ആ നിർവചനം അത് ഒരു അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതൻ, പ്രത്യേകിച്ച് പൂർവികമായിട്ടുള്ള പണ്ഡിതന്മാർ ഒരാളിനും പോലും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധ്യമല്ല. ഇസ്ലാമിന്റെ സാങ്കേതികമായ പദങ്ങൾ ഷിർക്ക്, ദുആ, ഇസ്തിഗാസ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചായ കുടിക്കാനും അതുപോലെ തന്നെ കഞ്ഞി കുടിക്കാനും ആക്കിയത് നിങ്ങളുടെ ഗതികേടാന്നുള്ള ഈ സംവാദം അല്ലാഹു അക്ബർ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മക്കളായി ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഇനി മേലാൽ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങളൊന്നും നിർവചനം ചോദിക്കാൻ അർഹതയില്ല എന്നുള്ളതും ഈ സംവാദത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം അബൂ മൻസൂർ മാതുരീദി റഹ്മഹുല്ലാഹ് നിങ്ങളുടെ അശ്അരി മാതുരീദി മദ്ഹബിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള പണ്ഡിതൻ പറയുന്നു. എന്താണ് പറയുന്നത്? മുസ്ലിമീങ്ങൾക്കാണ് ഈ ആയത്ത്. മനസ്സിലായല്ലോ? മുസ്ലിമീങ്ങൾക്ക്, മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളവർക്കാണ് ഈ ആയത്ത്. എന്തിനാണ് ആയത്ത്? ലിഅല്ലാ യർജു അഹദൻ മിനൽ ഖലാഖി ദൂനല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു പടപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് അമ്പിയാവും പെട്ടു, ഔലിയാവും പെട്ടു, മരണപ്പെട്ടവരും പെട്ടു, ജീവിച്ചിരിക്കുന്നവരും പെട്ടു. എന്താണ് പറയുന്നത് വെച്ചല്ലോ, അള്ളാഹുവിന് പുറമെ ഒരൊറ്റ പടപ്പിനോടും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ റജാ ചെയ്യാൻ പാടില്ല, പ്രതീക്ഷിക്ക ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത ഒരൊറ്റ പടത്തിനെയും ഭയക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാലോ, നക്കീറ നഫീന്റെ സിയാക്കിൽ ഉമൂമിനെയാണ് കുറിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരും തന്നെ പെട്ടു. നിങ്ങൾക്ക് ഔലിയാവിനെയും അതുപോലെ തന്നെ അമ്പിയാവിനെയും ഹാസാക്കണമെങ്കിൽ നിങ്ങളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ഈ ആയത്തിൽ കൃത്യമായി തന്നെ മുസ്ലിമീങ്ങൾക്കാണെന്ന് പെട്ടു. മാത്രമല്ല മുഴുവൻ ഹൽക്കുകളും പെട്ടു, ജീവിച്ചിരിക്കുന്നവരും പെട്ടു, മരണപ്പെട്ടവരും പെട്ടു. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നിങ്ങൾക്ക് ഇത് അമ്പിയാക്കളെയും ഔലിയാക്കളെയും പറ്റിയിട്ടല്ല, ഇത് മുസ്ലിമീങ്ങൾക്ക് പറ്റിയിട്ടല്ല എന്ന് സമർത്ഥിക്കാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇത് രണ്ടാമത്തെ ചോദ്യം. സുഹൈൽ യൂസുഫ്, എന്താ കഥ? ഇന്റെ ഫോണ് ഹാങ് ആയത് മൂപ്പരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുരുത്തക്കടാണ്. ഇതാകുമ്പോ മൂപ്പര് പറഞ്ഞുകൊണ്ട് വരണ്ടേ, കുരുത്തക്കട ഇല്ലാന്ന് പറഞ്ഞ ഇപ്പൊ പറയാ കുരുത്തക്കടാണ്. ഇതൊക്കെ എല്ലാവർക്കും തിരിയുന്നുണ്ട് സുഹൈൽ യൂസുഫെ, ഇതെല്ലാവർക്കും തിരിയുന്നുണ്ട്. ഇത്രയും നേരം നിങ്ങൾ മൊക്കറയിട്ടിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം പോലും ചോദിക്കാനില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ ഉരുട്ടിപ്പിടിച്ച് കൊണ്ടുവരിക. മൂപ്പരിപ്പോ കൊണ്ടുവന്ന എന്താ നിങ്ങള് ഈ നിർവചനം പറഞ്ഞത് നെല്ലിക്കുത്ത് മരിച്ചുപോയ സക്കാഫിയാണ്. ഏതാണ് സക്കാഫി? MOയിലെ സുഹൈൽ യൂസുഫെ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ സക്കാഫി അല്ല. അത് മനസ്സിലാക്കണം ആദ്യം, മനസ്സിലായില്ലേ? അറിയാത്ത കാര്യത്തിൽ തലയിടാൻ പോകരുത്. മൂപ്പര് സക്കാഫി ഒന്നും അല്ല, മനസ്സിലായോ? സക്കാഫിയാളെ ഉസ്താദാ മൂപ്പര്. പിന്നെ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞ നിർവചനം സ്വീകരിക്കാൻ പാടില്ല. അത് എവിടെ നിങ്ങൾക്ക് കിട്ടിയത്? നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞ നിർവചനമാണ് ആ നിർവചനമെങ്കിൽ എന്താണ് ആ നിർവചനത്തിന് കുഴപ്പം? അതുകൊണ്ട് നിർവചനത്തിന്റെ പേര് പറഞ്ഞ് വെറുതെ പൊട്ടീസാക്കണ്ട. ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളോടും അമ്പിയാക്കളോടും കറാമത്തെ മോചിതത്ത് കൊണ്ട് ചോദിക്കുന്നതിന് തന്നെയാണ് ഇസ്തിഹാസ എന്ന് പറയാ എന്ന് സമ്മതിച്ചുകൊണ്ടാണ് നിങ്ങൾ സംവാദത്തിന് വ്യവസ്ഥ എഴുതിയത്. സംവാദത്തിന്റെ വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്ക്. മലയാളികളല്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ സംസാരം കേട്ടിട്ട് നിങ്ങളൊരു അർദ്ധ മലയാളിയാണെന്നാ തോന്നുന്നത്. നിങ്ങളൊരു പൂർണ്ണ മലയാളിയാണെങ്കിൽ വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കുക. എന്താ വ്യവസ്ഥ എന്നറിയോ? അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കൽ. ഓ സുഹൈൽ യൂസുഫെ, അമ്പിയാക്കളോട് ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുമെന്ന് പറഞ്ഞാൽ ഇസ്തിഹാസ എന്നതിന് നിങ്ങൾ പേരിടുവോ? അത് ശിർക്കാണോ അല്ലേ എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? ഉണ്ടോ? ഇല്ല എങ്കിൽ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ചോദിക്കുന്ന ഏത് ചോദ്യത്തിനെ പറ്റിയാണ് നിങ്ങൾ ശിർക്കെന്ന് പറയുന്നത്? ആ വിഷയത്തെ പറ്റിയാണ് ഞങ്ങൾ ഇസ്തിഹാസ എന്ന് പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ഒരു സംഗതി ഞങ്ങളെ നേതാവ് തന്നെയാ നിർവചിക്കേണ്ടത്. അതുകൊണ്ട് നിർവചനത്തിന്റെ പേര് പറഞ്ഞ് ഇമ്പാച്ച് കാട്ടി പേടിപ്പിക്കൊന്നും വേണ്ട, മനസ്സിലായോ? പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന ഒരു സാധനം എന്താ? തഫ്സീറു സമർഖന്ദി. എന്നിട്ട് മൂപ്പര് വായിക്കാൻ ഹാദാ തദ്കീറുൽ മുസ്ലിമീൻ, ഇത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. നല്ല അറബിയാ. നിങ്ങളെ വഹാബികളെ ഓഫീസിൽ നിന്ന് കിട്ടിയ പുതിയ അറബി. ഹാദാ തദ്കീറുൽ മുസ്ലിമീൻ, ഇത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. ആൺകുട്ടിയാണെങ്കിൽ കിതാബിന്റെ ഇബാറത്ത് ഓരോന്നും വായിച്ച് അർത്ഥം വെച്ച് സമർത്ഥിക്ക്. എന്താ സുഹൈൽ മൗലവി രണ്ടാമതൊരു ക്ലിപ്പും കൂടെ വിട്ടിട്ട് ഒരു ചോദ്യം പോലും ചോദിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇസ്തിഹാസ ശിർക്കാണെന്ന് തൊണ്ട കീറുന്ന നിങ്ങൾ ഇസ്തിഹാസയുടെ ശിർക്കുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം പോലും നിങ്ങൾ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു പദം പോലും നിങ്ങൾ പ്രയോഗിച്ചിട്ടില്ല. എന്താ നിങ്ങൾ നാവറങ്ങിപ്പോയോ? എവിടെ പോയി നിങ്ങൾ? ഇസ്തിഹാസ ശിർക്കാണെന്ന് സ്റ്റേജ് കെട്ടിയിട്ട് മൈക്ക് കെട്ടിയിട്ട് ഒച്ചയിട്ട് കൂവുന്ന നിങ്ങൾക്ക് എന്റെ മുമ്പിൽ വന്നപ്പോൾ ഇസ്തിഹാസ ശിർക്കാണെന്നുള്ളതിന് ആയത്തൂല ഹദീസുല. ഇൻഷാ അല്ലാഹ് എന്റെ അവസരം വരുമ്പോൾ ബാക്കി നിങ്ങൾക്ക് കണക്കിന് തരും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഉദ്ധരിച്ച ആയത്ത്, ആ ആയത്ത് ഞങ്ങൾ പറയുന്ന ഇസ്തിഹാസയെ പറ്റിയാണെന്നും അത് ശിർക്കാണെന്നും മഹാന്മാരെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടോ? ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇത് നാലോ നിങ്ങളെ പ്രമാണം. നിങ്ങൾ കൊണ്ടുവന്ന സമർഖന്ദി നിങ്ങൾക്ക് പ്രമാണമാണോ? നിങ്ങൾ പറയണത് നിങ്ങൾക്കത് പ്രമാണമാണോ? നിങ്ങളുടെ പ്രമാണം സമർഖന്ദിയുടെ തഫ്സീറാണോ? ഇബ്നു കസീറിന്റെ തഫ്സീറാണോ? അൽ ബിദായത്തു വന്നിഹായയാണോ? ശറഹ് മുസ്ലിമാണോ? ഇതൊന്നും നിങ്ങളെ പ്രമാണമല്ല. നിങ്ങളെ പ്രമാണം ഇവിടെ സംവാദ വ്യവസ്ഥ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ സമർത്ഥിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്ന പ്രമാണം ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. നിങ്ങൾ മനസ്സിലാക്കണം സുഹൈൽ യൂസുഫെ, കേരള വഹാബികളുടെ ചരിത്രത്തിൽ, കേരള മുജാഹിദുകളുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു കുംഭസാരം എന്റെ മുമ്പിൽ നടത്തിയിട്ടാണ് സംവാദത്തിന് വ്യവസ്ഥ തന്നെ എഴുതിയത്. മഹാന്മാരെ ഇമാമിങ്ങളെ ഞങ്ങൾ തഖ്ലീദ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്നു.
ആ ഗതികേടാണ് നിങ്ങൾ ഓരോ വോയിസുകളിലും നീലിച്ചു കാണുന്നത്. അതുകൊണ്ട് സുഹൈൽ യൂസുഫ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വ്യവസ്ഥ കണ്ണു തുറന്ന് വായിക്കുക. മഹാന്മാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം തേടൽ, ആ സഹായം തേടൽ കേവല ഭൗതിക സഹായം തേടലല്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, കറാമത്ത് കൊണ്ട് മോചിതത്ത് കൊണ്ട് സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള സഹായം തേടൽ, അതിനാണ് ഇസ്തിഹാസ എന്ന് പറയുന്നത്. അത് ശിർക്കാണെന്നാണ് നിങ്ങളുടെ വാദം. ആ വാദം സമർത്ഥിച്ചുകൊണ്ട്, അതിലൂന്നിക്കൊണ്ട് അത് ശിർക്കാണോ അല്ലേ എന്നതുമായി ബന്ധപ്പെട്ട് വിഷയം സമർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചോദ്യം ചോദിക്കൂ, നിങ്ങൾക്ക് മറുപടി ലഭിക്കും. നിങ്ങൾ കുറെ തഫ്സീർ കൊണ്ടിടാ. നിങ്ങൾ എന്താ വിചാരിച്ചത്? തഫ്സീർ സമർഖന്ദി ബിൻ കസീർ ഞങ്ങൾ കണ്ടില്ല എന്നോ? എന്താ തഫ്സീർ സമർഖന്ദിയിൽ എന്ന് വായിച്ച് അർത്ഥം അറിയാൻ നിങ്ങൾക്ക് തന്റേടല്ല. അതുകൊണ്ടാണ് ഹാദാ തദ്കിറുൽ മുസ്ലിമീൻ എന്ന് വായിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയൊരു വിഡ്ഢിത്വം ഇത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. ഇൻഷാ അല്ലാഹ് വയ്യേ വരും തഫ്സീർ സമർഖന്ദി ഒക്കെ ഓരോന്നും വായിച്ച് നിങ്ങളെ മൂക്ക് കൊണ്ട് കല്ലെടുപ്പിക്കും. അതുകൊണ്ട് ചോദ്യം ചോദിക്കൂ. നിങ്ങൾ ഒരൊറ്റ ചോദ്യം പോലും രണ്ടവസരം ഉപയോഗപ്പെടുത്തിയിട്ട് സുഹൈൽ മൗലവി നിങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു പക്കമായ ഒരു ചോദ്യത്തിന്. അതുപോലെ മുസ്ലിം ഒക്കെ കണക്ക് തന്നെ. അപ്പൊ അദ്ദേഹത്തിന്റെ നിർവചനമായിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ വിഷയാവതരത്തിൽ വന്നതില്ലേ? ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾ ഇസ്ലാമിന്റെ സാങ്കേതികമായിട്ടുള്ള പദങ്ങൾ നിങ്ങളുടെ വിഷയാവതരത്തിൽ പറയുമ്പോൾ അതിന് വ്യക്തമായി തന്നെ എന്ത് വേണം? പ്രമാണം വേണം. അതുപോലെ തന്നെ എന്തായിരിക്കണം? വ്യക്തമായി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നൽകിയ നിർവചനമായിരിക്കണം. അതല്ലാതെ നിങ്ങളുടെ ഉസ്താദിന്റെ നിർവചനം അത് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞാൽ മതി. ആ നിർവചനം എവിടെയാണോ അദ്ദേഹം മരണപ്പെട്ടത് ആ കബറിലേക്ക് കുഴിച്ചു മൂടി വന്നിട്ടും അവിടെ വന്നാൽ മതി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിർവചനമായിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് നെളിയാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ അത് ഇവിടെ നടക്കില്ല. ഇവിടെ എന്റെ ചോദ്യമാണ്, നിങ്ങളുടെ ഉത്തരമാണ്. മനസ്സിലായില്ലേ? മുസ്ലിമീന എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളോടാണ് എന്നാണോ അതോ മുശ്രിക്കീങ്ങളോട് എന്നാണോ? മുസ്ലിമീങ്ങളോടല്ല എന്ന് പറയാൻ നിങ്ങളല്ല, നിങ്ങളുടെ വഫാത്തായിട്ടുള്ള നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹം കാര്യകാലബദ്ധീതമായിട്ട് അദ്ദേഹം കബലിൽ നിന്ന് വന്ന് ഇറങ്ങിയാൽ പോലും മുസ്ലിമീങ്ങളോടല്ല എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇത് വെല്ലുവിളിയാണ്. അതുകൊണ്ട് വീണ്ടും ചോദ്യം, അത് മുസ്ലിമീങ്ങളോടല്ല ലിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങളോടല്ല എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടു പോയവരോ ആരെങ്കിലും ഒരാൾക്ക് തെളിയിക്കാൻ സാധ്യമാണെങ്കിൽ നിങ്ങളിവിടെ സമർത്ഥിക്കുക. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞത് ഖുർആനിൽ നിന്നാണ്, അല്ലല്ലാതെ രാമായണത്തിലോ അതുപോലെ തന്നെ ഒരിക്കലും തന്നെ എന്തല്ല ബൈബിളിലൊന്നല്ല. അള്ളാഹുവിന്റെ കലാമിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതമായി വിശദീകരിച്ചതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ അഖീദ ആയിട്ടുള്ള അബൂ മൻസൂർ മാതുരീദ് കിതാബാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് വ്യക്തമായി തന്നെ ഇമാം സുന്നത്തുൽ ഹലബി റഹ്മത്തുള്ളാഹി പറയുന്നു, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫഇന്നഹു സ്വരീഹുൻ, വ്യക്തമാണ്, ഫി അന്നൽ അംബിയാ, അംബിയാക്കൾ ലാ യസ്തതിഊന, അവർക്ക് കഴിയില്ല, കശ്ഫദ്ദുറി അഹദിൻ, ഒരാൾക്ക് തന്നെ അത് ദൂരീകരിക്കാൻ കഴിയില്ല, ഫകൈഫ ബിഗൈരിഹിം മിമ്മാ ഹുവ അദ്നാ മിൻഹും, പിന്നെ എങ്ങനെയാണ് അംബിയാക്കൾ താഴെയുള്ള ഔലിയാക്കൾ പറ്റുക എന്ന് കൃത്യമായി തന്നെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ പറയുന്നു, അമ്പിയാക്കൾക്ക് അങ്ങനെ കഴിയുകയില്ല. ചോദിക്കട്ടെ, അമ്പിയാക്കൾ കഴിയുമെന്നുള്ളത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് പറയുക? മറുപടി പറയാം. അപ്പോൾ എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായി തന്നെ എന്താണ് അമ്പിയാക്കൾക്ക് അങ്ങനെ സഹായിക്കാൻ കഴിയുകയില്ല, ഔലിയാക്കൾക്ക് അങ്ങനെ സഹായിക്കാൻ കഴിയുകയില്ല, അല്ലാഹു അല്ലാത്ത ഒരൊറ്റ മഖ്ലൂക്കിന് സാധിക്കില്ല എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ ആര് പറഞ്ഞ് സ്വീകരിക്കണം? നിങ്ങൾ പറയുന്നതോ അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നു? നിങ്ങൾ എന്ത് ചെയ്യുക? മറുപടി പറയുക. പഠിപ്പിക്കുന്നു, അല്ലാഹു തആലക്ക് മാത്രമാണ് അത് ഏകത്വമാക്കേണ്ടത്. അല്ലാഹു അല്ലാത്ത മലക്കുകളും അല്ലാഹു അല്ലാത്ത അമ്പിയാക്കളും അല്ലാഹു അല്ലാത്ത വലിയകൾക്കും തന്നെ എന്ത് ചെയ്യില്ല? അത് ഒരിക്കലും തന്നെ പറ്റുകയില്ല. കമാ ഫുസ്സിറ ബിഹി ഫീ ഖൗലിഹി ജല്ല ദിക്റു, അല്ലാഹു തആല പറയുന്നത് പോലെ ഖുലിഹല്ലദീ സഅംതും, അതുപോലെ തന്നെ അല്ലാഹു തആല അതിന് ശേഷം പറയുന്നു, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല എന്ന് അല്ലാഹു തആല തന്നെ പറയുന്നു. അവർക്ക് അങ്ങനെ കഴിയുകയില്ല. സുഹൈലോ, എന്താ സുഹൈലോ, എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല, എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ആകെപ്പാട് എന്തൊക്കെയോ ഒരു വെപ്രാളം. തോട്ടക്കാണ്ട് വലിച്ചെറിഞ്ഞാളി, മൂപ്പര് മരിച്ചോടെ തന്നെ അങ്ങോട്ട് കൊഴിച്ചു മൂടിക്കാളി എന്നല്ലേ. എന്നാലേ അതൊന്ന് കൊഴിച്ചു മൂടിയിട്ടേ
ഇസ്തിഹാസ ശിർക്കാണെന്ന് നിങ്ങൾ വാരിച്ചുള്ള ഒരു ഇസ്തിഹാസയെ പറ്റിയിട്ട് ആ ഇസ്തിഹാസയുടെ നിർവചനം എന്താ അതൊന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കേൾക്കട്ടെ. അത് വെറുതെ സമയം കളയാനുള്ള ഒരു തട്ടിപ്പ്. സുഹൈലെ ശരിക്കും മനസ്സിലായിക്കോളി. മഹാന്മാരോട് ഇസ്തിഹാസ നടത്തൽ ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? ആ ഇസ്തിഹാസ നിങ്ങൾ പറയുന്നത് കാഫിര്യങ്ങൾ ചോദിക്കുന്നതിനെ പറ്റിയാണോ അല്ല സുന്നികൾ ചോദിക്കുന്നതിനെ പറ്റിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചോദിക്കുന്ന സുന്നികൾ ചോദിക്കുന്നതിനെ പറ്റിയാണോ അല്ല ഹിന്ദുക്കൾ ചോദിക്കുന്നതിനെ പറ്റിയാണോ? ഹിന്ദുക്കളെ ദൈവങ്ങളോട് ചോദിക്കുന്നതിനെ പറ്റിയാണോ ഔലിയാക്കളോട് ചോദിക്കുന്നതിനെ പറ്റിയാണോ? സുന്നികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് സുന്നികൾ ചോദിക്കുന്നു. ആരോട് ചോദിക്കുന്നു? അമ്പിയാക്കളോട് ചോദിക്കുന്നു. ഇതിനെ പറ്റിയാണ് സുഹൈലെ ശിർക്ക് എന്ന് നിങ്ങൾ പറഞ്ഞത്. അതാ സുഹൈലെ പച്ച മലയാളത്തിൽ നിർവചനം എന്ന് ഞാൻ പറഞ്ഞത്. നിർവചനം എന്ന് കേൾക്കുമ്പോഴേക്ക് ആകപ്പാടെ വെപ്രാളപ്പെടാനുള്ള കാരണം എന്താ അറിയോ? കൊട്ടപ്പുറത്ത് ഞങ്ങളെ നേതാവ് കഴുത്തിനെ പിടിച്ച് ഞെരുക്കിയിട്ടുണ്ട്. നിർവചനം കൊണ്ട് കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് നിങ്ങളെ കഴുത്ത് ഞെരിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് വെപ്രാളം. അതുകൊണ്ട് എന്റെ കുഞ്ഞേ വെപ്രാളപ്പെടണ്ട. ആ നിർവചനം നിങ്ങളും അംഗീകരിച്ച നിർവചനമാണ്. നിങ്ങളും ഞാനും ഒരു വിഷയത്തിൽ ഇസ്തിഹാസ സംവാദം നടത്തണമെങ്കിൽ സുഹൈലെ ഞാനും നിങ്ങളും സംവാദം നടത്തുന്ന വിഷയം ഒന്നായിരിക്കണം. അതാണ് ഇസ്തിഹാസ. ഞാനും നിങ്ങളും പറയുന്ന വിഷയം രണ്ടാണെങ്കിൽ സംവാദം നടക്കൂല. അതുകൊണ്ട് ഈ സംവാദത്തിന് വ്യവസ്ഥ എഴുതിയപ്പോൾ തന്നെ എന്റെ നിർവചനം സുഹൈലെ നിങ്ങളും അംഗീകരിച്ചു. ഇനി വെറുതെ പൊട്ടീസാണ്, മനസ്സിലായല്ലോ. പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന രായത്ത് നിങ്ങൾ മനസ്സിലാക്കണം. സുഹൈലെ എന്താ വിഷയം എന്നറിയോ? അമ്പിയാക്കളോടും മൗലിയാക്കളോടും ഇസ്തിഹാസ നടത്തൽ ശിർക്കാണ് എന്ന വാദം സമർത്ഥിച്ചൊരു ചോദ്യം ചോദിക്ക്. നിങ്ങൾ കൊണ്ടുവന്ന ആ ആയത്തുണ്ടല്ലോ, കുലില്ലദീന എന്ന ആയത്ത്, ആ ആയത്ത് ഇസ്തിഹാസയെ പറ്റി അല്ലേ? അല്ല. സുഹൈലെ എന്താ സുഹൈലോ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ചോദിക്കണ്ട എന്താന്ന് അറിയൂല. ആ നിർവചനങ്ങൾ തോട്ടുക അങ്ങോട്ട് വലിച്ചെറിഞ്ഞളീൻ. സുഹൈലെ അത് തോട്ടുക്ക് വലിച്ചെറിഞ്ഞിട്ടേ. സുഹൈലെ നിങ്ങൾ കൊണ്ടുവന്ന ആയത്ത്, ആ ആയത്തിൽ ഇസ്തിഹാസയെ പറ്റി പറയുന്നില്ല. സുഹൈലെ അതിൽ ഇസ്തിഹാസയെ പറ്റി പറയണമെങ്കിൽ അതിൽ അമ്പിയാക്കളെയും ഔലിയാക്കളെയും പറ്റി പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചവർ സഹായം തേടുന്നതിനെ പറ്റി പറയണം. ഇത് രണ്ടുമുണ്ടെങ്കിലേ അതിൽ ഇസ്തിഹാസപ്പെടുള്ളൂ. പിന്നെ ചെമ്പോത്തുനിന്ന് കേൾക്കുമ്പോത്തിനെ ഇത് പോത്താന്ന് വിചാരിച്ചുകൊണ്ട് കയറെടുത്ത് നടക്കരുത്. മനസ്സിലായോ? ഹാദാ തദ്കിറുൽ മുസ്ലിമീന എന്ന് ഇമാം മാതുറിദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതുകൊണ്ട് മുസ്ലിമീന എന്ന് കേട്ടപ്പോഴേക്ക് ഈ സാധുക്കൾ മനസ്സിലാക്കി പണ്ട് നാവ് കൊണ്ട് ഓർത്ത സുല്ലമിന്റെ ആൾക്കാരങ്ങള്. മനസ്സിലായങ്ങള്? നാവ് കൊണ്ട് ഓർക്കുകയും മൂട് കൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്ന സുല്ലമിന്റെ ആൾക്കാരാ നിങ്ങൾ അങ്ങനെ തന്നെ പറയുള്ളൂ. ലിൽ മുസ്ലിമീന എന്ന് കേട്ടപ്പോത്തിനെ മൂപ്പര് വിചാരിച്ചത് ഈ ആയത്ത് പറയുന്നത് ഔലിയാക്കളോട് സഹായം തീർച്ചാൽ ശിർക്കാവുന്നാണ് എന്ന് വിചാരിച്ചു. അറബി ഭാഷയെങ്കിലും പഠിക്കണം സുഹൈലെ, അറബി ഭാഷയെങ്കിലും പഠിക്കണം. ഏറ്റവും ചുരുങ്ങിയത് തഖയ്യുമുൽ ലിസാനെങ്കിലും ഓതി പഠിക്കേണ്ടിയിരുന്നു. എന്നാൽ ഈ ഗതികേട് വരൂലായിരുന്നു. ഈ ഭൂമിയിൽ സുഹൈലെ നിങ്ങൾ അനുഭവിച്ച ഗതികേട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇസ്ലാമിക് കോളേജിൽ വെച്ചുകൊണ്ട് നിങ്ങളെ നേതാവ് അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്ന നിങ്ങളെ തല തൊട്ടപ്പൻ കൊണ്ടുവന്ന ലോകത്തെ ഏറ്റവും വിഡിത്തവും വിദണ്ഡവുമായ ഒരു വാദത്തെ പൊളിച്ച് കയ്യിൽ കൊടുത്തത്. അതുകൊണ്ട് സുഹൈലെ നിങ്ങൾ അമ്മാതിരി വിടുവായിത്തൊന്നും പറഞ്ഞു വരരുത്. നിങ്ങൾ ഓതി ആ ആയത്തിൽ നമ്മൾ ഇവിടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്തിഹാസയെ പറ്റി എവിടെയെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? എവിടെയാ പരാമർശിക്കുന്നത്? ആ ഭാഗം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കൂ. പിന്നെ നിങ്ങൾക്ക് തഫ്സീർ തെളിവല്ല സുഹൈലെ, മാതുരിദിന്റെ തഫ്സീർ തെളിവല്ല, ഇബ്നു കസീർ തെളിവല്ല. നിങ്ങൾക്ക് തെളിവ് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. നിങ്ങൾ വായിച്ച തഫ്സീർ ഇരുന്നാരുമല്ല. എന്തിനാ സുഹൈലെ കളവ് പറയുന്നത്? തൊട്ടതും പിടിച്ചതും ഒക്കെ ഞങ്ങൾ ഇസ്ലാമിന്റെ ചതുർപ്രമാണമാകുന്ന ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും ഖിയാസ് കൊണ്ടും സമർത്ഥിക്കുമെന്ന് 4 തൊള്ളയിൽ വലിച്ചു കീറുന്ന നിങ്ങൾ എവിടെ? നിങ്ങൾ ഇജ്മാ, എവിടെ ഖിയാസ് സുഹൈലെ? എവിടെ ഖുർആൻ? എവിടെയാ ഹദീസ്? എന്തിനാണ് ഈ നുണ പറഞ്ഞ് പാവങ്ങളെ പറ്റിക്കുന്നത്? ഖുർആനുല്ല, ഹദീസുല്ല, ഇജ്മാഉല്ല, ഖിയാസുല്ല. സുന്നികളെ പോലെ തഫ്സീറും വായിച്ചിട്ട് വാലും പൊക്കി നടക്കുക. എന്നാൽ തഫ്സീറിൽ ഉള്ളത് എന്താണെന്നെങ്കിലും പഠിച്ച് മനസ്സിലാക്കാൻ ഒരു തന്റെ ഇടം സുഹൈൽ അതെങ്കിലും വേണം. അതുകൊണ്ട് നിങ്ങൾ ഇന്നവരെ ചോദ്യം ചോദിച്ചിട്ടില്ല. നിങ്ങൾ ചോദ്യം ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഓതിയ ആയത്തിൽ ഇസ്തിഹാസയെ പറ്റി പറയുന്നുണ്ടെന്ന് സമർത്ഥിക്കൂ, എന്നിട്ട് ചോദ്യം ചോദിക്കൂ. കൊറേ ചിരിച്ചത് കൊണ്ടോ കൊറേ സുഹേലോ എന്ന് പറഞ്ഞത് കൊണ്ടോ ശരിയാ, 4 മിനിറ്റുള്ളത് എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് വെക്കും, അത് ശരിയാണ്. 4 മിനിറ്റ് എങ്ങനെയെങ്കിലും ഒക്കെ ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ കുറെ സുഹേലോ എന്ന് ഇസ്തിഹാസ പറഞ്ഞുകൊണ്ട് കുറെ അഹഹ എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും സമയം കളയാണെങ്കിൽ ഉദ്ദേശിച്ചെങ്കിൽ അത് കളഞ്ഞോളൂ. പക്ഷെ ഇത് കേൾക്കുന്ന സമൂഹമുണ്ട്. ഇവിടെ കൃത്യമായി തന്നെ ആയത്തിൽ
ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ തലതൊട്ടപ്പന, ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് വലിയ തെളിവാണ് ഇമാം മാതുരിദി റഹിമഹുല്ലാഹ്. നിങ്ങളുടെ അശ്അരി മാതുരിദി മദ്ഹബിൽ അഥവാ മാതുരിദിയുടെ മദ്ഹബിൽ പ്രഗൽഭനായിട്ടുള്ള പണ്ഡിതനാര്? ഇമാം മാതുരിദി റഹിമഹുല്ലാഹ്. അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതനായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുന്നത്. അദ്ദേഹമാണ് പറയുന്നത് ലിൽ മുസ്ലിമീന. അപ്പോൾ പറയുന്നത് അത് നിന്റെ അർത്ഥം അറിയില്ല, അങ്ങനെ ഇരുന്ന ശരിയാ ചോദിക്കുന്ന. അലിൽ മുസ്ലിമീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളോടല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തഖ്വീമുൽ ലിസാൻ പഠിച്ചാലും കുഴപ്പമില്ല, അജ്റുമിയ പറഞ്ഞാലും കുഴപ്പമില്ല, ഖത്റുന്നദ പറഞ്ഞാലും കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾ ഏത് നഹ്വിന്റെ ഗ്രന്ഥം എടുത്തു കഴിഞ്ഞാലും ലിൽ മുസ്ലിമീന എന്നുള്ളത് മുസ്ലിമീങ്ങളോടല്ല എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ തെളിവ് ഹാജരാക്കുക. എന്റെ ഒന്നാമത്തെ ചോദ്യം. ഇവിടെ നിർവചനം ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഉസ്താദ്, ഞങ്ങൾ നേതാവായിട്ടുള്ള കാന്തപുരം മുസ്ലിയാർ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ പേരെ ഞെക്കിയിട്ടുണ്ട്, കുറെ പേരെ കൊന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പല രീതിയിലൊക്കെ കാര്യങ്ങൾ പറയും. ഞങ്ങൾക്ക് ഇവിടെ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഞെക്കിയതും കൊന്നതൊക്കെ ഇൻഷാ അല്ലാഹ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യൂട്യൂബിൽ നോക്കിയാൽ മതി എന്തൊക്കെയാണ് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല, അത് CBI നോക്കിക്കോളും, ആരൊക്കെ കൊന്നു ആരൊക്കെ ഞെക്കി എന്നൊക്കെ ഇൻഷാ അല്ലാഹ് അത് കൃത്യമായി തന്നെ അതിന്റെ അവകാശപ്പെട്ടവർ എന്ത് ചെയ്തോളും, അത് ചെയ്തോളും. ഇവിടെ അത് വിളമ്പേണ്ട ആവശ്യമില്ല. അത് ഉസ്താദിന്റെ മതമൊക്കെ വേണ്ട പോലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അത് എന്തെങ്കിലും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ റമളാൻ വരാണ്. റമളാൻ എല്ലാവരും പറയും എന്ത്, ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് പറയും. അപ്പൊ ഭക്ഷണം കഴിക്കാൻ പാടില്ലപ്പോ നമ്മുടെ ഇസ്മായിൽ സഖാഫിന്റെ കേടുന്ന ബിരിയാണി കഴിക്കുന്നത്, ബിരിയാണി കഴിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അത് പറയുന്നത് റമളാനില് പറഞ്ഞ ഇല്ല, റമളാനിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ബിരിയാണി കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വേണ്ടി പറയും. ഇവിടെ കൃത്യമായി തന്നെ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അള്ളാഹു അല്ലാത്ത ഒരൊറ്റ പടപ്പിനോടും ഒരൊറ്റപ്പട അള്ളാഹു അല്ലാത്ത ഒരൊറ്റ പടപ്പിനോടും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അമ്പിയാവും പെട്ടു, അതുപോലെ ഔലിയാവും പെട്ടു. ഇനി അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതൻ പറഞ്ഞു അമ്പിയാവും പെട്ടു, മലക്കും പെട്ടു, ജിന്നും പെട്ടു, അള്ളാഹു അല്ലാത്ത എല്ലാവരും പെട്ടു എന്ന് കൃത്യമായി വായിച്ചിട്ട് ആ വായിച്ചതിനെ പറ്റി ഒരക്ഷരം മിണ്ടാൻ എന്റെ നിങ്ങൾ നാവ് പൊന്താത്തത്. എന്റെ സഖാഫി എന്നുള്ള ലേബിൾ മാത്രം മതിയോ? സഖാഫി ആണെങ്കിൽ, പഠിച്ച ആളാണെങ്കിൽ ആ പറഞ്ഞതിനെ പറ്റി ഗണ്ണിക്കാൻ കഴിയും. അത് ഗണ്ണിക്കാനില്ല നിങ്ങൾക്കല്ല, നിങ്ങളുടെ കബറിലുള്ള ആര് വന്നു കഴിഞ്ഞാലും അത് സാധ്യമല്ല. മുജാഹിദിന്റെ മുന്നിൽ അല്ലാഹു തആല പറയുന്നു, അഥവാ സഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ എന്നുള്ളത് സഹാബികളെ ചൊല്ലിയിട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുവരെ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുവാമായിരുന്നു, നിങ്ങൾ ഹിദായത്തിലാകുമായിരുന്നു. ഞങ്ങൾക്കും പറയാനുള്ളത് തന്നെയാണ്, സഹാബികളുടെ മൻഹജ് അത് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള പാത. അവർ കൃത്യമായി തന്നെ വഫാത്തായിട്ടുള്ള അമ്പിയാക്കളോട് ഇസ്തിഗാസക്ക് എതിരായിട്ടാണ് പ്രവർത്തിച്ചത്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ വഫാത്തായിട്ടുള്ള അമ്പിയാക്കളോട് അവർ ഇസ്തിഗാസയെ എതിർക്കുന്ന ഒരവസ്ഥയാണോ അതോ ഇസ്തിഗാസ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയാണ്? ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇവിടെ ഉദ്ധരിക്കുന്നു. അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു ലമ്മാ ഫതഹു തുസ്തറ ഖാല ഫവജദ റജുലൻ അൻഫുഹു സിറാഉൻ ഫി التابوت. അഥവാ തുസ്തർ എന്നുള്ള സ്ഥലം കീഴ്പ്പെട്ടപ്പോൾ എന്ത് ചെയ്തു, ഒരു മനുഷ്യനെ കണ്ടെത്തി. എന്നിട്ടോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനൂ യസ്തഗ്ഹിറൂന വയസ്തംതിറൂന ബിഹി. അദ്ദേഹത്തിനോട് ആ ജനങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹത്തിനോട് മഴയ്ക്ക് വേണ്ടി തേടിയിരുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള സഹായങ്ങൾക്ക് വേണ്ടി അവർ തേടിയിരുന്നു. എന്നിട്ടോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ശരി, ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഖബർ കെട്ടിപ്പൊക്കാം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു എന്തുണ്ടാക്കാം, ഒരു മുടിയമ്പലം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവരെ തബറുക്കെടുക്കാം എന്നാണോ? അഥവാ മൻഹജ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മൻഹജാണോ അതോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മൻഹജാണോ? കൃത്യമായി തന്നെ അദ്ദേഹം പറയും, ഇന്ന ഹാദാ നബിയ്യുൻ മിനൽ അംബിയാഇ വന്നാ ലാ തഖുലുൽ അംബിയാ. തീർച്ചയായിട്ടും അദ്ദേഹം അംബിയാക്കൾ പെട്ട ആളാണ്. എന്നിട്ടോ അബൂ മൂസ അശ്അരിയും അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക്കിനോട് പറയുന്നു, നിങ്ങൾ അദ്ദേഹത്തെ കുഴിച്ചു മൂടണം. എന്നിട്ടോ എന്ത് ചെയ്യണമെന്നറിയോ? ഒരാളും പോലും തന്നെ അറിയാൻ പാടില്ല. അഥവാ കൃത്യമായി തന്നെ അദ്ദേഹത്തിനോട് ഇസ്തിഗാസ ചെയ്തിരുന്ന ഒരു സമൂഹത്തെ ഇസ്തിഗാസ ചെയ്യാതിരിക്കാനുള്ള അവസ്ഥയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്, അവിടെ നടപ്പിലാക്കിയത്. അതുകൊണ്ട് ചോദിക്കാനുള്ളത്, ഇവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വഹാബിയാണോ? അദ്ദേഹം എന്തുകൊണ്ടാണ് ഇസ്തിഗാസ ചെയ്യുന്ന ഒരു സമൂഹത്തെ കൃത്യമായി തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതാക്കിയത്? നിങ്ങൾ മറുപടി പറയണം. അസ്സലാമലൈക്കും. സുഹൈലോ, ആകെ പിരാന്തായില്ലേ? പിരാന്തല്ല, നട്ടപ്പിരാന്താണ്.
മൂപ്പര് ഭയങ്കര ആനത്തിലേറ്റ് പറയാണ് റമദാനിൽ ചോറുന്നാൻ പാടില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇസ്മായിൽ സഖാഫി ബിരിയാണി തിന്നാണ്, നിങ്ങൾ അങ്ങനെ ആക്കിയാലും വേണ്ടില്ല ഇങ്ങനെ ആക്കിയാലും വേണ്ടില്ല. എവിടെ എത്തിപ്പോ? എന്താ സുഹൈലെ, എന്താ ഒരു പിടുത്തല്ലേ? വിഷയം എന്താന്നറിയോ സുഹൈലെ? മുന്നത്തെ ഒരു വോയിസിൽ മൂപ്പരൊരു ചോദ്യം ഉണ്ട്, ഞാൻ വിട്ടുപോയതാണ്, അതും കൂടെ കേട്ടോളി. ആനത്തല ചോദ്യം എന്താന്നറിയോ? അമ്പിയാക്കൾക്ക് കഴിയും എവിടെയാ ഉള്ളത്? ആരിന് പറഞ്ഞത് അമ്പിയാക്കൾക്ക് കഴിവുണ്ട്? അമ്പിയാക്കളല്ല, അള്ളാഹുവിന്റെ ഹൽക്കിന് ഒരാൾക്കും കഴിവില്ല. അള്ള കൊടുക്കാത്ത ഒരു കഴിവ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും ഇല്ല. അമ്പിയാക്കല്ല, ഔലിയാക്കല്ല, ഒരു മനുഷ്യരുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല, ജിന്നിനുമില്ല, മലക്കിലുമില്ല, ആർക്കുമില്ല സുഹൈലെ. ഒന്ന് പിന്നെ നിങ്ങൾ ഈ മാതൃരീതിയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മാതൃരീതിമാരുടെ തഫ്സീർ നിങ്ങൾക്ക് തെളിവാണോ? സംവാദത്തിൽ കൊണ്ടുവരേണ്ടത് തഫ്സീറല്ല കൊണ്ടുവരേണ്ടത്, ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇയാൾക്ക് ഒരു പിടുത്തമല്ല, ആകെ പിടുത്തം വിട്ട്. ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഇത് 4 പ്രമാണം. മാതൃരീതി ഇമാമിന്റെ തഫ്സീർ അതാണ് സംവാദത്തിലെ പ്രമാണം. 1. 2, ഇമാം മാതുരിദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ആ ആയത്തിന്റെ തഫ്സീറിൽ എവിടെയാ സുഹൈലെ അള്ളാഹു അല്ലാത്തവരോട്, അമ്പിയാക്കളോടും മൗലിയാക്കളോടും ഇസ്തിഹാസ നടത്തൽ ശിർക്കാണ് എന്ന് എവിടെയാ പറഞ്ഞത് സുഹൈലെ? ഇബാറത്ത് ഇങ്ങോട്ട് വായിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഓൺലൈനുള്ള ഇബാറത്ത് ഉണ്ടല്ലോ, കാട്ട ഇബാറത്ത് അല്ലേ, ആ ഇബാറത്തും കൊണ്ട് ഇസ്മായിലിന്റെ മുന്നിക്ക് വരണ്ടാന്ന്. തിരിഞ്ഞോ? ഒറിജിനൽ കിതാബ് കൊണ്ട് പേസ് ചെയ്യ്. നിങ്ങൾ മുഴുവൻ കള്ളന്മാരാ, ഇബാറത്ത് മുഴുവൻ കക്കുന്ന ആളുകളാ. അതുകൊണ്ട് സുഹൈലെ ഞാൻ ചിരിച്ചതിന് സുഹൈലെ സങ്കടപ്പെടൊന്നും വേണ്ട. സംഗതി എന്താണെന്നറിയോ? ഞാൻ ഈ 2016 ഏറ്റവും വലിയ വിഡ്ഢിത്തം കേട്ടതുകൊണ്ട് ഞാൻ ചിരിച്ചു പോയത്. അങ്ങനെ ചിരിക്കും എന്തായാലും. നാവ് കൊണ്ട് ഓർക്കാത്ത എല്ലാ സുന്നികളും ചിരിക്കും, ഹൽബ് കൊണ്ട് ഓർക്കുന്ന സുന്നികൾ ചിരിക്കും, നാവ് കൊണ്ട് ഓർക്കുന്ന വഹാബയ്ക്ക് ചിരി പൊട്ടൂല. മനസ്സിലായില്ലേ? നിസ്കരിക്കാനൊന്നും പറഞ്ഞു പോയി കിതാബ് നോക്കിയിരുന്ന ഒന്നും കിട്ടിയില്ലല്ലോ. കിട്ടൂല സുഹൈലെ. ലോകത്ത് ഇസ്തിഹാർ ശിർക്കാനെ തെളിയിക്കാൻ മൂടി വെച്ച് നിരങ്ങിയാലും ലോകത്ത് ഒരു വഹാബിക്കും കഴിയൂല. അത് മനസ്സിലാക്കണം സുഹൈല്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉദ്ധരിച്ച ആ ആയത്തിൽ ഇസ്തിഹാസ ശിർക്കാണെന്ന് എവിടെയാ ഉള്ളത്? നിങ്ങൾ തെളിയിക്കണം. തഫ്സീർ കൊണ്ടല്ല തെളിയിക്കേണ്ടത്. നിങ്ങൾക്ക് തഫ്സീർ സ്വീകാര്യമാണോ? തഫ്സീർ ഖുർആനാണോ? പരിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തിലാണ് നിങ്ങൾ ഉദ്ധരിച്ച ആ ആയത്തിൽ എവിടെയാണ് അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ, ഇസ്തിഹാസ ചെയ്യൽ ശിർക്കാണ് എന്ന് ആ ആയത്തിൽ എവിടെയാണുള്ളത്? ആ വാചകം കൊണ്ട് വായിക്ക് സുഹൈലെ, എന്നിട്ട് അർത്ഥം വെക്ക്, എന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്ക്. ശരി, മൂപ്പരിപ്പം വയലറിയാണ്, നല്ല അധോലോക വയൽ. എന്താ വയലെന്നറിയോ? സുഹൈലെ ഈ വയലൊക്കെ നമ്മൾ കുറെ കേട്ടതാണ്. മനസ്സിലായോ? ഈ വയലൊക്കെ നമ്മൾ കുറെ കേട്ടതാ. അതുകൊണ്ട് എനിക്ക് ആദ്യൊരു കാര്യം പറയുള്ളത്, ഓൺലൈൻ കിതാബിന്റെ പരിപാടിയെ അബൂഹനന്റെ മുമ്പിൽ നടക്കൂല. എനിക്കത് വേണ്ട. കിതാബിന്റെ ഒറിജിനൽ പേജ് പോസ്റ്റ് ചെയ്താലല്ലാതെ ഞാനത് സ്വീകരിക്കില്ല. 1. 2, നിങ്ങൾ ഇസ്തിഹാസ ശിർക്കാണോ അല്ലേ എന്നതുമായി ബന്ധപ്പെടാത്ത എന്ത് ചോദ്യം ചോദിച്ചിട്ടും കാര്യമില്ല, അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. ഇതുവരെ നിങ്ങൾ ഉദ്ധരിച്ച ഒരൊറ്റ ഹദീസിലും ഒരൊറ്റ ആയത്തിലും അള്ളാഹു അല്ലാത്ത അമ്പിയാക്കളോടും മൗലിയാക്കളോടും ഇസ്തിഹാസ നടത്തൽ ശിർക്കാണെന്നില്ല. ഉണ്ടെങ്കിലല്ലേ പ്രതികരിക്കേണ്ടതുള്ളൂ. തെളിവ് തന്നിട്ട് എന്താ അംഗീകരിക്കാത്തത്? ഞങ്ങൾ വഹാബികളല്ലാത്തോണ്ട്. നിങ്ങളെ കൊണ്ടുവന്ന തെളിവാണെങ്കിലല്ല അംഗീകരിക്കുക. ഇന്നാത്തിനാക്കിലെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന ടീമാ നിങ്ങള്. പിന്നെ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ മാത്രം ഞങ്ങൾ ആരാ? അതുകൊണ്ട് സുഹൈലെ തട്ടിപ്പൊന്നും വില പോകൂല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സംഗതി, നിങ്ങൾ ഉദ്ധരിച്ച ആ തഫ്സീറിൽ ഒറിജിനൽ പേജ് പോസ്റ്റ് ചെയ്തിട്ട് അമ്പിയാക്കളോടും മൗലിയാക്കളോടും ഇസ്തിഹാസ നടത്തൽ ശിർക്കാണ് എന്ന് അതിലെവിടെയാണുള്ളത് എന്ന് വ്യക്തമായി തെളിയിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? മുസ്ലിമീങ്ങൾ എന്ന് കേൾക്കുമ്പോഴത്തേ ഇത് ശിർക്കാന്ന് വിചാരിക്കരുത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആടും ആടലോടും ഒന്നല്ല, ആനയും കുഴിയാനയും ഒന്നല്ല സുഹൈലെ. ആനാന്ന് കേൾക്കുമ്പോഴേക്ക് ചങ്ങലെടുത്ത് പോണ്ട, കുഴിയാനക്ക് ചങ്ങലിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? മുസ്ലിം എന്ന് കേൾക്കുമ്പോഴേക്ക് ശിർക്ക് എന്ന് വിചാരിക്കണ്ട. മുസ്ലിമീങ്ങളോടുള്ള തദ്ക്കീറാണ് സുഹൈലെ. അത് മാത്രല്ല, പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും മുസ്ലിമീങ്ങളോടാണ്. അത് മുസ്ലിങ്ങൾക്കുള്ളതാണ്, അത് മുസ്ലിങ്ങൾക്കുള്ള തദ്ക്കീറാണ്. ഇത് സുഹൈൽ മനസ്സിലാക്കണം. പുള്ളിക്കിപ്പോ കിതാബിന്റെ കാര്യം കണ്ടാൽ മാത്രമേ പുള്ളിക്ക് വായ തുറക്കാൻ പറ്റുള്ളൂ എന്നാണ്. കിതാബുകൾ കണ്ടു കഴിഞ്ഞപ്പോ അങ്ങോട്ട് വായ തുറക്കും. ഇവിടെ ലിൽ മുസ്ലിമീന ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് നഹ്വിന്റെ ഗ്രന്ഥെടുത്ത് കഴിഞ്ഞാലും അവിടെ മുസ്ലിമീങ്ങളോടല്ല എന്ന് തെളിയിക്കാൻ നിങ്ങളോ നിങ്ങളുടെ ഖബറിലുള്ള ഉലമാക്കൾക്കോ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ എന്തേ നിങ്ങൾ നാവിറങ്ങിപ്പോയത്? എന്തേ ഇപ്പൊ ഖത്തറിനെതിയും അതുപോലെ തന്നെ അൽഫിയൊക്കെ തീർന്നോ? അൽഫിയും അതുപോലെ ഖത്തറിനെതൊക്കെ തീർന്നോ? ലിൽ മുസ്ലിമീന എന്നുള്ളത് മുസ്ലിമീങ്ങളോടല്ല എന്ന് സമർത്ഥിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാണോ എന്ന് പറഞ്ഞപ്പോൾ എവിടെയാണോ ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പോൾ തഫ്സീർ ഒന്നും എന്തല്ല, തെളിവുകളല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതോ, നേരത്തെ
ലിൽ മുസ്ലിമീന എന്നുള്ളത് നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല, നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ അറിയില്ല എന്നല്ലേ, അത് പിൻവലിച്ചോ. നിങ്ങൾ അപരാധം പറഞ്ഞതല്ലേ, നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ, അതുകൊണ്ട് അത്തരത്തിലുള്ള കളികളൊന്നും ഈയുള്ളവന്റെ അടുത്തും നടക്കില്ല സഖാബി. നിങ്ങൾ ഓൺലൈനല്ല, നിങ്ങൾ എവിടെ നിന്ന് കണ്ടുവന്നു കഴിഞ്ഞാലും ലിൽ മുസ്ലിമീന എന്നുള്ളത് മുസ്ലിമീങ്ങളോടല്ല എന്ന് തെളിയിക്കാൻ സാധ്യമല്ല. കൃത്യമായി തന്നെ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ് ഇമാം ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നത് എന്താണ്? അവർ തുസ്തർ കീഴ്പ്പെട്ടപ്പോൾ അവിടെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു കൃത്യമായി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എന്ത് ചെയ്യുന്നു? ഒരു എഴുത്തെഴുതി. എഴുത്തിൽ എന്താണെന്ന് അറിയോ? കാനൂ യസ്തദ്ഹിറൂന വയസ്തൻതിറൂന ബിഹി, അദ്ദേഹത്തെ തൊട്ട് അദ്ദേഹത്തിനോട് മഴക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇസ്തിഗാസ ചെയ്യുമായിരുന്നു. എന്നിട്ടോ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത് കൃത്യമായി തന്നെ അതാ ശരി, നമുക്കൊരു കബർ കിട്ടിപ്പൊക്കാം, അതുപോലെ തന്നെ നമുക്ക് നേർച്ച ചെയ്യാം, അതുപോലെ ഇസ്തിഗാസക്ക് വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യാം എന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരിന്റെ മൻഹജാണോ അതോ യഥാർത്ഥ തൗഹീദായിട്ട് ഞങ്ങളുടെ മൻഹജാണോ? അദ്ദേഹം പറയുന്നു ഇന്ന ഹാദാ നബിയ്യുൻ മിൻ അംബിയാ, അംബിയ പ്രവാചകനാണ് അദ്ദേഹം. എന്നിട്ടോ ഉമർ റളിയല്ലാഹു തആല പറയുന്നു, എന്നിട്ട് ഉമർ റളിയല്ലാഹു പറയുന്നു എന്ത്? ഫത്ഫിനൂഹു ഫീ മകാനിൻ ലാ യഅലമുഹു അഹദുൻ ഗൈറുകുമാ, നിങ്ങൾ രണ്ടുപേരും അല്ലാതെ, അതോ അബൂ മൂസ അശ്അരി അല്ലാതെ, അതുപോലെ അനസ് ഇബ്നു മാലിക് അല്ലാതെ വേറെ ആരും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അവരറിയാൻ പാടില്ല. അതോ ഇസ്തിഗാസ ചെയ്ത സമൂഹത്തിനോട് എന്ത് ചെയ്യുന്നു? ഇസ്തിഗാസ ചെയ്യാത്ത സമൂഹമാക്കി മാറ്റിയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, തൗഹീദിന്റെ പടയാളിയായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏത് മനഹജാണ്? ഞങ്ങളുടെ മനഹജിലാണോ നിങ്ങളുടെ മനഹജിലാണോ? ഇത് വായിച്ച് അർത്ഥം വെച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ മറുപടി പറയുക. നിങ്ങൾ വലിയ അറബിയൊക്കെ അറിയുന്ന ആളല്ലേ, കുറെ ചിരിച്ചത് കൊണ്ടോ കുറെ കളിയാക്കിയത് കൊണ്ടോ കുറെ വടായി പറഞ്ഞത് കൊണ്ടോ ഒരിക്കലും തന്നെ ഉത്തരമാവുകയില്ല. കൃത്യമായി തന്നെ സ്വഹാബികളുടെ നടപടി എന്താണെന്നുള്ളത് ഇവിടെ കൃത്യമായി തന്നെ വായിച്ചിരിക്കുന്നു. ഇതിനെ എതിർക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ പറയാം. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ദീൻ അറിയാവുന്ന മുസ്ലിമിന് അസംഭവ്യമാണ്. ഒരു മുസ്ലിമും തന്നെ, ദീൻ അറിയുന്ന ഒരു മുസ്ലിം തന്നെ ഒരിക്കലും തന്നെ ചെയ്യില്ല. മുസ്ലിമുൻ ഒരു മുസ്ലിമും തന്നെ മമ്പത് തങ്ങളെ കാക്കണമേ, മൊയ്ശേഖെ കാക്കണേ എന്ന് പറയുകയില്ല എന്ന് പറയുന്ന ഷാഫി മദ്ഹബിൽപ്പെട്ട ഇബ്നു ഹുദൈമ റഹിമഹുള്ളാഹ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പറ്റിയുള്ള ഇസ്തിഗാസ മുസ്ലിമീങ്ങൾ പറഞ്ഞു എന്നത് നിങ്ങൾ ആദ്യം തന്നെ മുസ്ലിമി ദീൻ അറിയാവുന്ന മുസ്ലിമീങ്ങളായിട്ട് ഞങ്ങൾ പരിഗണിക്കണമല്ല. എന്താ സുഹൈലെ ആകെ പിടുത്തം വിട്ടോ? സുഹൈലെ അപ്പ വായിച്ച ഹദീസ് ഉണ്ടല്ലോ, മുസന്നഫിന്റെ ഹദീസ്. എന്റെ കുഞ്ഞോ, അന്നെ ആരാണ് സുഹൈൽ ഇങ്ങനെ പറ്റിച്ചത്? 2016 ഈ വട്ടന്മാരി സരിതയും കൂടിയും പെട്ടിട്ടുണ്ടല്ലോ. സരിത സോളാറിന്റെ പേരിൽ വരെ സരിതന്മാരി പറ്റിച്ചിട്ടുണ്ടാവില്ല, അന്ന വഹാബികൾ പറ്റിച്ചന്മാര്. എന്താണ് സുഹൈലെ ആ ഹദീസിലുള്ളത്? തുസ്തുർ കീഴടക്കിയപ്പോൾ അവിടെ കണ്ടെത്തിയ ആ പ്രവാചകനോട് സഹായം തേടിയിരുന്നത് ഏത് മുസ്ലിമാ സുഹൈലെ? ഏത് മുസ്ലിമാ തേടിയത്? ആ ഹദീസിൽ ഇസ്തിഗാസ ശിർക്കാണ് ഹദീസിലുണ്ടോ? നമ്മളെ വിഷയം എന്താ? ഇസ്തിഗാസ ശിർക്കാണെന്ന എന്റെ വാദം. മനസ്സിലായോ സുഹൈൽ യൂസുഫ്? നിങ്ങളെ വാദം ഇസ്തിഗാസ ശിർക്കാണെന്നാണ്. ആ ഹദീസിൽ ഇസ്തിഗാസ ശിർക്കാന്നുണ്ടോ? ഇസ്തിഗാസയെ പറ്റിയോ ശിർക്കിനെ പറ്റിയോ കാം പറയുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഏതെങ്കിലും മൗലവിമാര് ഒരു കഷ്ണം കടലാസ് തരുമ്പോഴേക്ക് ഇതാണ് പടച്ചോനെന്ന് വിശ്വസിച്ചാൽ പെട്ടുപോകും സുഹൈലെ. കാരണം നിങ്ങൾ നാവ് കൊണ്ട് ഓർക്കുന്നവരാണ്. പിന്നെ മൂപ്പര് പറയാണ് നിങ്ങൾ ആര് വന്നാലും സത്യമല്ല, കന്ധവരും വന്നാലും സാധ്യമല്ല. എന്ത് സാധ്യമല്ല? നിങ്ങൾ ഓതി ആയത്തിൽ ഇസ്തിഗാസയെ പറ്റി കാമ പറയുന്നില്ല. മൂപ്പര് ചോദ്യം, ഇത് മുസ്ലിമിങ്ങളോട് അല്ല എന്ന് സമർത്ഥിക്കാൻ കഴിയോ? എന്തിനാ? അതിന്റെ ആവശ്യം എന്തിനാ? മുസ്ലിമിങ്ങളോട് അള്ളാഹു തആല കൽപ്പിച്ച ഒരു കാര്യം മുസ്ലിമിങ്ങളോട് അല്ല എന്ന് ഞങ്ങൾ എന്തിനാണ് സമർത്ഥിക്കുന്നത്? ഞങ്ങളെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അതിലില്ല. ഇസ്തിഗാസയെ പറ്റി ആ ആയത്തിൽ കാമ പറയുന്നില്ല, ഉണ്ടെന്ന് ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇത് പറയാതെ മുസ്ലിമീനാന്ന് കണ്ടപ്പോഴേക്ക് ശിർക്കാണ് എന്ന് ചാടി വീണ് സത്യം പറഞ്ഞാല് എന്താണ് പറയാ? ശരിക്കും ഒരു മുജാഹിദിന് യോജിച്ച പണിയാണത്. എന്താണ് പറയുന്നത് എന്ന് പോലും അറിയാതെ വെപ്രാളപ്പെട്ട് ബബ്ബടിക്കുക. അതുകൊണ്ട് സുഹൈലോ, എനിക്ക് നിങ്ങളെ അവസ്ഥ കണ്ടിട്ടേ എനിക്കത് ഈ പരിഹാസം സഹിക്കാൻ കഴിയുന്നില്ല. ഭയങ്കരമായ തമാശ തോന്നാണ്. എന്ത് തമാശ ഇത്?
അതുകൊണ്ട് ഈ വിഡ്ഢിത്വം ഒരിക്കലും ഒരു മനുഷ്യനോട് വിളമ്പാൻ പാടില്ല. നിങ്ങൾ ഉദ്ധരിച്ച ആ ഹദീസിൽ ശിർക്കിനെ പറ്റി ഒരു ഹർഫ് പറയുന്നില്ല, അങ്ങനെ ഒരു പ്രയോഗം തന്നെ നടത്തുന്നില്ല. മാത്രമല്ല ഇസ്തിഹാസയെ പറ്റിയും അതിൽ പറയുന്നേ ഇല്ല. കാരണം അവിടെ തുസ്തുർ കീഴടക്കപ്പെടുന്ന സമയത്ത് ആ പ്രവാചകനോട് സഹായം തേടിയിരുന്ന സമൂഹം മുസ്ലിങ്ങളല്ല. എന്തുകൊണ്ടാണ് ആരോടും അറിയാതെ മറമാടണം എന്ന് പറഞ്ഞത്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആരും അറിയാതെ മറമാടണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തോട് സഹായം തേടിയിരുന്നത്, അദ്ദേഹത്തിന് ദിവ്യത്വം കൽപ്പിച്ചിരുന്നത് ആ നാട്ടിലെ മുശ്രിക്കുകളായിരുന്നു. അദ്ദേഹം അറിയുന്ന വിധത്തിൽ പരസ്യമായി മറമാടിയാൽ അവര് വീണ്ടും അദ്ദേഹത്തെ ആരാധിക്കും. അതുകൊണ്ടാണ് ആരാധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ആരും അറിയാതെ മറമാടണമെന്ന് കൽപ്പിക്കപ്പെടാനുള്ള കാരണം. എന്നല്ലാതെ മുസ്ലിമീങ്ങൾ ഇസ്തിഹാസ ചെയ്യുന്നതിനെ പറ്റി അതിൽ പറയുന്നേ ഇല്ല. പിന്നെ തഫ്സീർ തെളിവല്ലാണ് ഞാൻ പറഞ്ഞത്. മൂപ്പർക്ക് പൊള്ളി പോലും. സുഹൈലെ വ്യവസ്ഥ എഴുതുമ്പോ എന്താ വ്യവസ്ഥ എഴുതിയത്? ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് അല്ലേ? നിങ്ങൾ ഉദ്ദേശിച്ച തഫ്സീർ ഈ 4 ഏതാ? ഖുർആനാണോ, സുന്നത്താണോ, ഇജ്മാനോ, ഖിയാസാണോ? ഞാനൊരു കാര്യം പറയാം സുഹൈലെ, സുന്നികൾക്ക് തഫ്സീർ തെളിവാണ്, ഫിഖഹിന്റെ കിതാബ് തെളിവാണ്, അഖീദന്റെ കിതാബ് തെളിവാണ്. നിങ്ങൾക്കതൊന്നും തെളിവല്ല. നിങ്ങൾക്ക് തെളിവെന്താ? ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. എന്നിട്ട് എവിടെ നിങ്ങളെ ഖുർആന്? ഇസ്തിഹാസ ശിർക്കാണെന്നതിന് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ സാധിച്ചോ നിങ്ങൾക്ക്? ഒരു ചോദ്യം പോലും മര്യാദയ്ക്ക് ചോദിക്കാൻ സാധിച്ചില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങളെ വാദം സമർത്ഥിച്ചുകൊണ്ട് അതിൽ ഊന്നിക്കൊണ്ട് ഒരു ചോദ്യമെങ്കിലും ചോദിക്കാൻ സുഹൈൽ യൂസുഫെ ഈ സംവാദത്തിൽ ഒരു വോയിസ് എങ്കിലും നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങൾ അനുയായികൾ വിരൽ കടിക്കേണ്ടി വരുമായിരുന്നില്ല. അതുകൊണ്ട് ഈ വിഡ്ഢിത്വത്തിന് ഒരു തല വെച്ച് കൊടുക്കേണ്ടതില്ല എന്ന് അവസാനമായി സുഹൈൽ യൂസുഫെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇബാറത്ത് കാണുമ്പോഴേക്ക് തഖ്ലീസാനോ ചെല്ലാൻ വേണ്ടില്ല, ഖത്റതോ ചെല്ലാൻ വേണ്ടില്ല, ഏതോ ഒരു തന്നിട്ടും കാര്യമില്ല. തദ്കിറുൽ മുസ്ലിമീന എന്ന് പറയുമ്പോഴേക്ക് ഇത് ശരിക്കാണെന്ന് സങ്കല്പിക്കാൻ മാത്രം മൂടത്തരവും മടയത്തരവും തലന്റെ ഉള്ളിൽ ചേക്കേറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിറക്കി വെച്ചിട്ട് നിഷ്കളങ്കമായി 2 റക്അത്ത് സുന്നത്ത് സ്കരിച്ചിട്ട് വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് സ്കരിച്ചാല് ബുദ്ധി ഒന്ന് തെളിയും. ഇതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇത്രയും സമയം ഒച്ചട്ട് കീറിയിട്ട് എന്താ സുഹൈൽ യൂസുഫെ നിങ്ങൾക്ക് ഒരൊറ്റ ചാൻസിൽ പോലും നിങ്ങൾക്ക് ഇസ്തിഹാസ ശിർക്കാണെന്നതിൽ ഊന്നിയിട്ട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലല്ലോ. അത് നിങ്ങൾ ദൗർബല്യമാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരാജയം എന്നുകൂടെ മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ പ്രവാചകനൊക്കെ ആ പ്രവാചകനോട് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാണ് ദുസ്തരിൽ ആളുകളൊക്കെ തേടിയിരുന്നത് എന്ന് പറഞ്ഞു. അത് ഇവിടെ ഹാജരാക്കുക എന്നൊരു ഇൻഷാ അല്ലാഹ് സംവാദം. അല്ലെങ്കിൽ പിൻവലിക്കുക. ഒന്നെങ്കിൽ പിൻവലിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഹാജരാക്കുക. ഏതെങ്കിലും ഒരു കിതാബ് കൊണ്ട് അവിടെയുള്ള ജനങ്ങളൊക്കെ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാണ് വിളിച്ചതെങ്കിൽ അത് ഇവിടെ ഹാജരാക്കുക. ഇൻഷാ അല്ലാഹ് ചർച്ച മുന്നോട്ട് പോകാം. സരീദയും അതുപോലെ ഗാന്ധപുരൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, അത് വേറെ ടോപ്പിക്. സരീദയും ഗാന്ധപുരം ഇവിടെ ആവശ്യമില്ല. ഇവിടെ പ്രവാചകനെ പറ്റി അദ്ദേഹത്തെ ദിവ്യത്വം കൽപ്പിച്ചത് കൊണ്ടാണ് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഇവിടെ ഹാജരാക്കിയിട്ടുള്ള വാക്കാണ്. അപ്പോ അബൂ ഹംന ഇസ്മായിൽ സഖാഫി ആ തെളിവ് ഇവിടെ ഹാജരാക്കുക. ദിവ്യത്വം കൽപ്പിച്ചിട്ടാണ് അവര് സഹായം തേടിയിരുന്നത്, ഇസ്തിഹാസ ചെയ്തിരുന്നത്, വഴക്ക് വേണ്ടി തേടിയിരുന്നത് എന്നുള്ളതിന് അബൂ ഹന്ന ഇസ്മായിൽ സഖാഫി ഇവിടെ അതിന്റെ തെളിവ് ഹാജരാക്കുക. 226 ആരോ പറഞ്ഞിട്ടുണ്ടല്ലേ, ആ തെളിവ് ഞാനിവിടെ ഹാജരാക്കും. കാനു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളായിരുന്നു എന്ന് നിങ്ങളെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതിന് ആരും തെളിവ് കൊണ്ടുവരൂ, അതിന് രേഖ കൊണ്ടുവരൂ. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ദിവ്യത്വം കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായ രേഖ ഞാൻ കൊണ്ടുവരും. ഒറിജിനൽ കിതാബ് പോസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരും. അതുകൊണ്ട് കാനു എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നിങ്ങൾ പറഞ്ഞത് മുസ്ലിങ്ങളായിരുന്നു എന്നാണ്. എവിടെയാണ് അതിൽ മുസ്ലിങ്ങളായിരുന്നു ഒരു തെളിവ്? സുഹൈലോ, കാനു എന്ന് പറഞ്ഞല്ലോ, കാനു. ഈ കാനു എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? അത് വ്യക്തമാക്കൂ. നിങ്ങൾ ആദ്യം അതിന് കിതാബ് ഉദ്ധരിക്കൂ. അതിന് നിങ്ങൾ കിതാബ് ഉദ്ധരിച്ച് നിങ്ങൾ സമർത്ഥിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് ആരെ പറ്റിയാണ്, ദിവ്യത്വം കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ, ഉടനടി ഞാൻ തെളിയിക്കും. കാനു എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? കിതാബ് തെളിയിക്കും ആദ്യം. ഇല്ല, നിങ്ങൾ ഇവിടെ കൃത്യമായി തന്നെ പറഞ്ഞു എന്ത്, ഇവിടെ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാണ് അവർ തേടിയുന്നത്. അത് ഇവിടെ ഹാജരാക്കണം. നിങ്ങൾ ആ തെളിവ് ഹാജരാക്കൂ സഖാഫി. നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ അവര് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാണ് ഇസ്തിഹാസ ചെയ്തിരുന്നത് എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ ഹാജരാക്കി. സുഹൈലെ, തട്ടിപ്പിനൊന്നും സുഹൈലെ വിടൂല. കാനു എന്ന് പറഞ്ഞാൽ മുസ്ലിമിങ്ങൾ ഇസ്തിഹാസ നടത്തിയിരുന്നു എന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞത് കൊണ്ടാണ് മുസ്ലിമിങ്ങളല്ല നടത്തിയത് എന്ന് ഞാൻ പറഞ്ഞത്. തെളിയിക്കും, ഞാനത് തെളിയിക്കും. മുസ്ലിങ്ങളാണ് നടത്തിയിരുന്നത് എന്നുള്ളതിന് രേഖ കൊണ്ടുവരൂ.
രണ്ടാമത്തെ കളവ് തുസ്തറിൽ മുസ്ലിമീങ്ങളാണ് അവിടെ തേടിയിരുന്നത് ഞാൻ പറഞ്ഞെങ്കിൽ അതിവിടെ ഹാജരാക്കാം. രണ്ടാമത്തെ കളവ് ഇതും തെളിയിക്കണം കേട്ടോ, ഇതും തെളിയിക്കണം. ഞാൻ ഇവിടെ മുസ്ലിമീങ്ങൾ തുസ്തറിൽ എന്ത് ചെയ്തു, ഇസ്തിഗാസ ചെയ്തിരുന്നു, അത് മഴയ്ക്ക് തേടിയെന്ന് പറഞ്ഞെങ്കിൽ അതും ഇവിടെ ഹാജരാക്കാം. ഒന്നാമത്തെ കളവ് ദനിയാൽ പ്രധാനന്റെ പേരിൽ, രണ്ടാമത്തെ കളവിന്റെ പേരിൽ. ഇത് രണ്ടും ഹാജരാക്കിയിട്ട് മതി നിങ്ങളെ സക്കാഫി പണി. ശരി, അപ്പൊ തുസ്തറിലുള്ളത് മുസ്ലിങ്ങളെ സഹായം തേടിയിരുന്നു എന്നല്ല, അത് ആരായിരുന്നു? മുശ്രിക്കുകളായിരുന്നു. എന്നാ പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന ഹദീസ് തെളിവല്ല, അത് ചർച്ചയിൽ പെട്ടതുമല്ല, ക്ലോസ്, അതോടുകൂടെ തീർന്നു. മുശ്രിക്കുകളാണ് എങ്കിൽ മുശ്രിക്കുകളോ സഹായാർത്ഥനെ പറ്റിയിട്ട് നമ്മളിവിടെ പറയേണ്ടതില്ല. നമ്മുടെ വിഷയം ഇസ്തിഗാസയാണ്. ഇസ്തിഗാസക്ക് ഒരു ഹദീസ് തെളിവ് കൊണ്ടുവന്നാൽ അതിന്റെ അർത്ഥം അവിടെ സഹായം തേടിയത് മുസ്ലിങ്ങളാണെന്നാണ് നിങ്ങൾ വാദിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് സുഹൈൽ യൂസുഫെ, നിങ്ങൾ തന്നെ സത്യം തുറന്ന് സമ്മതിച്ചു, തുസ്തറിൽ സഹായം തേടിയിരുന്നത് മുസ്ലിങ്ങളല്ല. അതുകൊണ്ട് ആ ഹദീസ് ഇസ്തിഗാസ ശിർക്കാണെന്നുള്ളതിന് തെളിവല്ല എന്ന് സുഹൈൽ തന്നെ സമ്മതിച്ചത് കൊണ്ട് ഇനി ആ ഹദീസ് ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല, ക്ലോസ്. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാണ് തേടിയതെന്ന് തെളിയിക്കാനാണ് സുഹൈലിന്റെ ആവശ്യം. ആ ആവശ്യം ഞാനിതാ തെളിയിക്കുന്നു. അതിന്റെ മുൻപ് സുഹൈൽ ഇവിടെ കബളിപ്പിച്ച പൊട്ടീസാക്കി ഒന്നാമത്തെ കളിപ്പിക്കൽ കാനൂ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളോടായിരുന്നു എന്ന് സുഹൈൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അതിന് രേഖ? അതിന് രേഖ ആദ്യം കൊണ്ടുവരൂ, ഉടനെ തന്നെ രണ്ടാമത്തോ ഞാൻ കൊണ്ടുവരും. തെർത്തീബരും കൂടെ പോന്നോട്ടെ. ആ കളിയൊന്നും സുഹൈലെ പൊന്നാനിയിലെ തട്ടിപ്പൊന്നും ഇവിടെ പോകൂല, എല്ലാം ഞാൻ പിടിക്കന്നെ ചെയ്യും. ഇബ്നു ഖുസൈമന്റെ പേരിൽ കളവടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാനത് പിടികൂടും. മുഫസ്സിരീങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ അവസരത്തിൽ ഓരോന്ന് ഞാൻ ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത് ഇതാ ഞാൻ കൊണ്ടുവരുന്നു. അതിന്റെ മുൻപ് എവിടെയാണ് കാനൂ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളത് തുസ്തറിലെ മുസ്ലിമീങ്ങൾ തേടിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിമെ തേടിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഇവിടെ ഹാജരാക്കും. എന്റെ വോയിസിൽ അവിടെ കാനൂ എന്നുള്ള മുസ്ലിമീങ്ങൾ തേടിയിരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഹാജരാക്കുക. എന്റെ പേരിലും കളവ്, ദനിയാൽ ബാദറിന്റെ പേരിലും കളവ്. നിങ്ങൾക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല മക്കളെ. അതുകൊണ്ട് എന്റെ പേര് ഞാൻ അവിടെ കാനൂ എന്നുള്ളത് മുസ്ലിമീങ്ങളെ പറ്റിയിട്ടാണ് എന്ന് പറഞ്ഞതെങ്കിൽ അത് ഇവിടെ ഹാജരാക്കാം. ഒന്നും ഇന്റെ തർക്കില്ല. ഇവിടെ ഞാൻ എങ്ങനെ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. കൃത്യമായി മുസ്ലിമീങ്ങൾ തേടിയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഇവിടെ ഹാജരാക്കുക. ഇസ്തിഗാസ ശിർക്കത്തിന് മുമ്പ് തെളിവുണ്ടെന്നാണ് എന്താ അറിയോ? മുശ്രിക്കീങ്ങൾ ആരോടോ സഹായം തേടിയിരുന്നു. ഇസ്തിഗാസ നടത്തിയിരുന്നു എന്ന് വ്യക്തമായി സുഹൈലെ നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ചോദിക്കുന്നതിനെ പറ്റിയല്ലേ പറഞ്ഞത്? ഇസ്തിഗാസ നടത്തിയിരുന്നു എന്ന് വ്യക്തമായി നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വോയിസ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇസ്തിഗാസ നടത്തുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ചോദിക്കുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. മുശ്രിക്കുകൾ ചോദിക്കുന്നതിന് ഇസ്തിഗാസ എന്ന് പറയാറില്ല. അത് നമ്മുടെ ചർച്ചാ വിഷയവും അല്ല. അതുകൊണ്ട് ഇസ്തിഗാസ നടത്തിയിരുന്നു എന്ന് സുഹൈലിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ വോയിസ് ഞാൻ ഇതാ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ കാനു എന്നത് മുസ്ലിമീങ്ങളെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു ഇല്ലേ? കൃത്യമായി പറഞ്ഞില്ലേ? 2 തവണ പറഞ്ഞു. അത് ഇവിടെ എടുക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ചർച്ച. ഞാൻ അവിടെ കൃത്യമായിട്ട് മുസ്ലിമീങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു മുഹാൽ ദീൻ അറിയുന്ന മുസ്ലിമീങ്ങൾ മുഹാൽ എന്ന അസംഭവ്യം, സഹാബികളെ സംബന്ധിച്ച് അസംഭവ്യമായ ഒരു കാര്യമാണ്. നിങ്ങളെ പോലും വൈദേശിക രക്ഷിക്കണേ ബദ്രീകളെ കാണിക്കുന്നത് മുഹാലാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ മുസ്ലിം അങ്ങനെ ചെയ്യില്ല. ഇനി ഇവിടെ നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മുസ്ലിമീങ്ങൾ ഇസ്തിഗാസ നടത്തി എന്നാണ് പറഞ്ഞത്. അത് ഇവിടെ ഹാജരാക്കും. 2 കളവുകൾ ഇവിടെ അബു ഹന്ന ഇസ്മായിൽ സക്കാഫി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്രവാചകൻ ദാനിയേൽ പ്രവാചകന്റെ പേരിലുള്ള കളവ്, 2 സുഹൈൽ യൂസഫിന്റെ പേരിലുള്ള ഒരു കളവ്. ഇങ്ങനെ ഈ 2 കളവിനും തെളിവ് വേണം. ഇവിടെ അങ്ങനെ ആ കാര്യം ഇവിടെ തെളിയിക്കണം. നിങ്ങൾ പറഞ്ഞതിന് നിങ്ങൾ ഇവിടെ പച്ചയായി പറഞ്ഞതാണ്, അത് ഇവിടെ തെളിയിക്കണം. സുഹൈൽ യൂസുഫ് അവർ ഇസ്തിഗാസ നടത്തിയിരുന്നു എന്ന് വ്യക്തമായി പറയുന്ന വോയിസ് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ ചോദിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ മുസ്ലിമീങ്ങളാണ് ചോദിച്ചിരുന്നത് എന്ന് സുഹൈൽ യൂസുഫ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്തിഗാസ നടത്തി എന്ന പ്രയോഗം സുഹൈൽ യൂസുഫ് പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലയോ? പിൻവലിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിമീങ്ങൾ തേടി എന്നതല്ലേ ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്റെ വാദം വ്യക്തമായി സുഹൈൽ യൂസുഫ് ധരിക്കുക. ആ ആയത്ത് ഹദീസിൽ
കാണൂ എന്നതുകൊണ്ട് മുസ്ലിമീങ്ങൾ അല്ല ഉദ്ദേശമെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്തിഗാസ നടത്തിയിരുന്നു എന്ന് സുഹൈൽ യൂസുഫ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് കൃത്യമായി ഇവിടെ ഇടുക. മുസ്ലിമീങ്ങളാണ് അവിടെ. മുസ്ലിമീങ്ങളെ പറ്റി എന്താ പറഞ്ഞാൽ അറിയോ? മുസ്ലിമീങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ ദീൻ അറിയാവുന്ന ഒരു മുസ്ലിം തന്നെ അള്ളാഹു അല്ലാതെ ഒരു പടപ്പിനോട് തേടുകയില്ല. ദീൻ അറിയാവുന്ന ആളുകളെ സഹാബികൾ തന്നെ ഒരിക്കലും തന്നെ എവിടെയും തേടുകയില്ല. അതുകൊണ്ട് എന്റെ പേരിൽ കളവ് പിൻവലിക്കണം. ഞാൻ മുസ്ലിമീങ്ങൾ അവിടെ ഇസ്തിഗാസ ചെയ്തിരുന്നു, മുസ്ലിമീങ്ങൾ അവിടെ മടങ്ങി വേണ്ടി തേടിയിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ആ ക്ലിപ്പ് ഹാജരാക്കുക. ക്രിസ്ത്യാനികൾ ദിവ്യത്വം കൽപ്പിച്ചു കൊണ്ടാണ് തേടുന്നതെങ്കിൽ ആ ദിവ്യത്വം കൽപ്പിച്ചു എന്നതിന് രേഖ ഇവിടെ ഇടുക. സുഹൈലെ, എന്തിനാണ് സുഹൈലെ ഈ പിത്തലാട്ടം? അവർ ഇസ്തിഗാസ നടത്തിയിരുന്നു എന്ന് സുഹൈലെ നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇസ്തിഗാസ എന്നുള്ളത് ആര് നടത്തുന്നതാ? രാമനും കോമനും നടത്തുന്നതിനാണോ സുഹൈലെ നിങ്ങൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞത്? ആര് ചർച്ച ചെയ്യാനാണ് സംവാദത്തിന് വന്നത്? എന്ത് വിട്ടിട്ടാ സുഹൈലെ പറയുന്നത്? ചോറല്ലേ സുഹൈൽ തിന്നത്? പി.കെ. ബഷീറെ, മൂട് കൊണ്ട് ചിന്തിക്കുന്ന പി.കെ. ബഷീറിന് അങ്ങനെ പറയാൻ കഴിയൂ? നിങ്ങളെ നേതാവ് സുഹൈൽ എന്ന് പറയുന്ന മുജാഹിദ് നേതാവിന്റെ വോയിസ് ഒന്ന് കേൾക്ക് ബഷീറെ. തൊള്ള തുറന്ന് ചെവി തുറന്ന് കേൾക്ക്, തൊള്ളോണ്ട് കേട്ടാ പോരാ. നിങ്ങളൊക്കെ മുജാഹിദുകളെ നിങ്ങൾക്ക് തൊള്ളോണ്ടാ കേൾക്കുന്നത്. അവർ ഇസ്തിഗാസ നടത്തിയിരുന്നു. ആര് ഇസ്തിഗാസ നടത്തി? കാഫിരിങ്ങൾ ഇസ്തിഗാസ നടത്തിനോ? കാഫിരിങ്ങൾ നടത്തുന്നതിന് ഇസ്തിഗാസ എന്നാണോ നമ്മൾ പറയാറുള്ളത്? അതാണോ നമ്മുടെ ചർച്ചാ വിഷയം? ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാനു യസ്തഹിറൂന എന്ന പ്രയോഗത്തിന് മുസ്ലിങ്ങളല്ല അർത്ഥം എന്ന് നിങ്ങൾ പറയുന്നു. എങ്കിൽ പിന്നെ ഇസ്തിഗാസ നടത്തിയെന്ന കരുന്നണ എന്തിനാ നിങ്ങൾ പറഞ്ഞത്? എവിടുന്നാണ് കിട്ടിയത്? ആരും മറുതെളിയിക്ക്. മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ വ്യക്തമായ രേഖയാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. എന്ത് ഇസ്തിഗാസ അവർ നടത്തിയിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ മുസ്ലിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസയെ പറ്റിയാണ്, മുശ്രിക്കിന്റെ ഇസ്തിഗാസയെ പറ്റിയല്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് മുസ്ലിങ്ങളെ പറ്റി തന്നെയാണ്. അല്ല എങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇസ്തിഗാസ നടത്തുക എന്ന് പറഞ്ഞത്? മുസ്ലിമീങ്ങളാണ് പെടും എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? അത് ഇവിടെ എന്നിട്ട് ഇൻഷാല്ലാഹ് ബാക്കി കാര്യം ഇവിടെ നിങ്ങളുടെ വാചകം അടിക്കണ്ട. എന്റെ വാചകത്തിൽ നിന്നും കാനു എന്നുള്ളത് മുസ്ലിമി അഥവാ സഹാബികൾ, ഞാൻ എന്താ പറയണ അറിയോ? സഹാബികൾപ്പെട്ട സലഫ് സ്വാലിഹികളെ പറ്റിയിട്ട് അത് മുഹാലാണ്. മുസ്ലിം എന്ന് പറഞ്ഞത് ദീൻ അറിയാവുന്ന ഒരു മുസ്ലിം സംബന്ധിച്ചോളം അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്നത് അത് മുഹാൽ, അസംഭവ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ മുസ്ലിമും തേടില്ല. തേടുകയാണെങ്കിൽ നിങ്ങളെ പോലുള്ള കുബൂരികൾ തേടും. അത് തന്നെയാണ് ഞങ്ങൾ പറയാനുള്ളത്. ഇവിടെ മുസ്ലിമീങ്ങൾ തേടി എന്ന് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞു നിങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞല്ലോ, അത് ഇവിടെ ഇടുക. സുഹൈലെ വ്യക്തമായി അതാ അഡ്മിന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ അതിൽ പെടും എന്ന് സുഹൈൽ യൂസുഫ് പറഞ്ഞു എന്ന് ഞാൻ പറയാനുള്ള കാരണം അവർ ഇസ്തിഗാസ നടത്തി എന്ന് സുഹൈൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗാസ എന്നതിൽ മുസ്ലിങ്ങൾ പെടും എന്നല്ലേ സുഹൈല പറഞ്ഞതിന്റെ അർത്ഥം? അല്ലേ? അല്ല എങ്കിൽ തുറന്നു പറയൂ. ഇസ്തിഗാസ നടത്തിയെന്ന് സുഹൈൽ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾ സഹായം തേടിയിരുന്നു എന്നാണോ? മുശ്രിക്കുകൾ സഹായം തേടിയിരുന്നു എന്നാണോ? മുസ്ലിങ്ങൾ സഹായം തേടിയിരുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന് ചർച്ചാ വിഷയത്തിൽ നിന്ന് പച്ചവെള്ളം പോലെ വ്യക്തമാണ്. സുഹൈൽ യൂസുഫെ കിടന്ന് ഉരുളാണ്, അതുകൊണ്ട് ഉരുളണ്ട. അവർ ഇസ്തിഗാസ നടത്തി എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ അതിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടുമെന്നാണ് സുഹൈലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തുറന്നു പറയൂ സുഹൈലെ, നിങ്ങൾ ആശയം എന്താണെന്ന് തുറന്നു പറയൂ. അവർ ഇസ്തിഗാസ നടത്തിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾ അല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ആണ് എന്നാണോ പറയുന്നത്? ഈ വിഷയത്തിൽ വ്യക്തമായൊരു നിലപാട് വ്യക്തമാക്കുക. ഇവിടെ ഹാജരാക്കാനാണ് പറഞ്ഞത്. മൂട് കൊണ്ടാണോ തല കൊണ്ടാണോ അതല്ല ഇനി വേറെന്തുകൊണ്ടാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത് ഞമ്മക്ക് അറിഞ്ഞൂടാ. അപ്പോ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പോയി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇവിടെ വെക്ക്. തെളിവില്ല ചോദിക്കണത് നിങ്ങളല്ല പറഞ്ഞു. ഇവിടെ ക്ലിപ്പ് ഉണ്ട്, എന്റെ ക്ലിപ്പ് ഇവിടെ ഉണ്ട് എന്നല്ല പറഞ്ഞത്. അതെന്ത് ഇട്? സുഹൈൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇട്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഹദീസില് അവര് ദിവ്യത്വം കൽപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് ഉണ്ടല്ലോ, അത് നിങ്ങൾ പറഞ്ഞല്ലോ. അത് ഏത് വാക്കിനാണ്? അത് ഒന്നുകിൽ അത് പിൻവലിക്കാം. ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ കളവുകൾ പിൻവലിക്കണം. ഇത് കളവാണ്, മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ്, മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു, അത് മുസ്ലിമീങ്ങൾ അങ്ങനെ തേടും എന്നും തേടി പറ്റില്ല ഞാൻ പറഞ്ഞു എന്നാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതിന്റെ മുന്നത്തെ ക്ലിപ്പിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചോളം അത് അസംഭവ്യമായ കാര്യമാണ്. പിന്നെ ഇവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു ചെയ്തെന്താ? അങ്ങനെ സംഭവം അതോ കീഴടക്കി പറ്റി കഴിഞ്ഞാൽ അവർ ആ അധീനത്തിലല്ലേ, അവിടെ വെച്ചിട്ട് കബർ കെട്ടിപ്പൊക്കലും അതുപോലെ എല്ലാ ചെയ്യലും അവർക്ക് ചെയ്യാമായിരുന്നല്ലോ, ഇസ്തിഗാസ നടത്താമായിരുന്നല്ലോ. ഇലാഹ് എന്നുള്ളത് അടിമയാക്കിയാൽ മാത്രം മതിയില്ലേ? അങ്ങനെ അല്ല ചെയ്തത്. മറിച്ച് ആരും തന്നെ അറിയാത്ത രീതിയിൽ എന്ത്
ചെയ്യണം, ആ കഥ ക്ലോസ് ചെയ്യണം എന്നാണ് ഇവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ഇവിടെ പറയാന്ന് വെച്ചാൽ ഇവിടെ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ തേടിയുന്നത്. എന്ത് ചെയ്യണം? നിങ്ങൾ ഹാജരാക്കണം. ഇവിടെ ഒരുപാട് ആളുകൾ ഇടപെടുന്നു. ഇവിടെ മാന്യന്മാരായിട്ടുള്ള അഡ്മിന്മാരാണ് ഈ ഗ്രൂപ്പിനുള്ളത് ചെങ്കിൽ ഇടപെടുന്നവരെ റിമൂവ് ചെയ്യുക. നിങ്ങൾ വാക്ക് പാലിക്കുന്ന മുസ്ലിമീങ്ങളാണെങ്കിൽ ഈ അനാവശ്യമായി ഇടപെടുന്ന ആളുകളെ ഒഴിവാക്കുക, അവരെ ഒഴിവാക്കുക. ഇത് പ്രവാചകന്റെ പേരിലാണ്, അതുപോലെ തന്നെ എന്റെ പേരിലും എന്താണ് കളവ് നടത്തിയതാണ്. അങ്ങനെ പറ്റില്ല, അതിനെ വെറുതെ വിടാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബൂ ഹന്ന സഖാഫിനെ പിൻവലിക്കണം. വെറുതെ നുണ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ലിൽ മുസ്ലിമീന എന്നുള്ളത് മുസ്ലിമീങ്ങളോടല്ല, പിന്നെ മുസ്ലിമീങ്ങളോടാണ്. എന്നിട്ടൊക്കെ വെറുതെ നുണ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ വെറുതെ കളിയാക്കി സംസാരിക്കുന്നല്ലാതെ എന്ത് കോപ്പാണ് നിങ്ങളെ സഖാഫിച്ചിട്ടുള്ളത്?